24 വർഷം ഇന്ത്യൻ ആർമിയിൽ മിലിറ്ററി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത് റിട്ടയർ ആയ ഒരു വ്യക്തിയാണ്. ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി യാതൊരു മുൻപരിചയമൊന്നുമില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാതെ ഒരു എളുപ്പത്തിൽ ടീമാകും. അങ്ങനെ ടീമാക്കിയതിലൂടെ 2,10,000 ആഴ്ച വരുമാനം വാങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. അത് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു മോർണിംഗ് മീറ്റ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി എഫേർട്ട് എടുത്ത എല്ലാ ലീഡേഴ്സിനും, എസ്പെഷ്യലി ഇതിൻ്റെ അകത്ത് എന്നെ ഞാൻ ഏറ്റവും ആദ്യം കൂടി നന്ദി പറയേണ്ടത് ജിൻഷ മാഡത്തിനാണ്. കാരണം വെച്ചാല് അവരെ എനിക്ക് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ഫോണിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എൻ്റെ ഒരു ടീം വടകര കഴിഞ്ഞ 3-4 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ ആ ടീമിനൊക്കെ ടീമിലെ ലീഡേഴ്സിനെയൊക്കെ അവർ അറിയുന്നതാണ്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ ശ്രീജ മാഡത്തിനെയും ഞാൻ കണ്ടിട്ടുണ്ട് പ്രോഗ്രാമിൽ, പക്ഷെ നേരിട്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ കുറവാണ്. 1-2 പ്രാവശ്യം എനിക്ക് തോന്നുന്നു പണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ഈ സൂം മീറ്റിങ്ങിനോ സൂം മീറ്റിങ്ങോ മോർണിംഗ് മീറ്റിനേറ്റം അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ആ ഒരു സമയത്ത് വരാൻ സാധിച്ചില്ല. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു എന്താ പറയണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മുൻപൊരു പ്രവർത്തന മേഖലയുണ്ട്. ഞാനും അതേപോലെ തന്നെ അസ്ലം സാറ് പറഞ്ഞ പോലെ തന്നെ 24 വർഷം ഇന്ത്യൻ ആർമിയിൽ മിലിറ്ററി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത് റിട്ടയർ ആയ ഒരു വ്യക്തിയാണ്. ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി യാതൊരു മുൻപരിചയമൊന്നുമില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ കാരണമായതും കുറച്ച് എക്സ്പീരിയൻസ്, വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കാരണം വലിയ എക്സ്പീരിയൻസ് പറയേണ്ട ഒരു വേദിയല്ല ഇത്. കാരണം നമുക്കറിയാലോ ടൈം ലിമിറ്റേഷൻ ആണ്. ഞാൻ എല്ലാവരോടും ഇപ്പോ ബിസിനസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ സമയത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ എല്ലാവരോടും പറയാറ്. ടൈം പഞ്ച്വാലിറ്റി വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇന്ന് നമ്മളെ കയ്യിൽ നിന്ന് കൊഴിഞ്ഞു പോയ ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ്. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യവും സമയം തന്നെയാണ്. ഇപ്പോ ടൈം പഞ്ച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികൾ, സമയത്തിനെ എന്താ പറയണ്ടേ നല്ല രീതിയിൽ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുന്ന വ്യക്തികൾ ജീവിതത്തിൽ എളുപ്പത്തിൽ സക്സസ് ആകും. അതിനാണ് പല ആൾക്കാരും പറയുന്നത് രാവിലെ ഇര തേടുന്ന പക്ഷികൾക്ക് കൂടുതൽ ഇരകൾ കിട്ടുമാറോ. അതായത് രാവിലെ 5-5:30 ആകുമ്പോൾ കൂട്ടിൽ നിന്ന് ഇറങ്ങി ഇര തേടാൻ പോകുന്ന പക്ഷികൾക്ക് പെട്ടെന്ന് ഇരകൾ കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ എളുപ്പത്തിൽ സക്സസ് ആണെങ്കിൽ ഒരു ടൈം പഞ്ച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അതൊരു പട്ടാളക്കാരനായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ സമയത്തിന്റെ ഇമ്പോർട്ടൻസ് പറയാൻ സാധിക്കുന്നത്. പക്ഷെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു മോർണിംഗ് മീറ്റിൽ ഏകദേശം 10-39-40 ആൾ ഇപ്പൊ ജിൻഷ മാഡം സംസാരിച്ച് പറഞ്ഞു സാറേ 3 ദിവസമേ ആയിട്ടുള്ളൂ. നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു സൂം മീറ്റിംഗ് അല്ലെ ഗൂഗിൾ മീറ്റിംഗ് ഒക്കെ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എളുപ്പത്തിൽ ടീമാകും. അങ്ങനെ ടീമാക്കിയതിലൂടെ 2,10,000 ആഴ്ച വരുമാനം വാങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. അത് എന്റെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ആർ യു റെഡി? എല്ലാവരും ഓക്കെ അല്ലേ? ഞാന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എന്റെ ഈ ഒരു വർക്കുകൾ വൈൻഡപ്പ് ചെയ്ത് തുടങ്ങാണ്. കൂടുതൽ പറയേണ്ട ഒരു വേദിയല്ല. അതൊക്കെ നമുക്ക് ഓഫ്ലൈൻ മീറ്റിംഗിലൂടെ നിങ്ങൾക്ക് കാണാം. വടകരയൊക്കെ GTSലൊക്കെ ഞാൻ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വടകര മുനിസിപ്പൽ പാർക്കിലെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പേരാമ്പ്രയിലും എനിക്ക് ഒരുപാട് പരിചയക്കാരുണ്ട്. പേരാമ്പ്ര, കോഴിക്കോട് ഈ ഒരു ഏരിയയിലൊക്കെ നല്ല ടീം പരിചയക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതലും ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നത് കേരളത്തിന് പുറത്താണ്. ആന്ധ്ര, തമിഴ്നാട്, തെലുങ്കാന, കർണാടക കേന്ദ്രീകരിച്ചാണ്. പിന്നെ പഞ്ചാബിൽ ഇപ്പൊ ടീം റൈസായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വരാൻ കാരണം ഞാനൊരു സൈനികനായതുകൊണ്ടാണ്, പട്ടാളക്കാരാണ്. നമ്മളെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തില് കൂടുതൽ റിക്രൂട്ട്മെന്റ് കൊണ്ടുവരാനും അത് നമുക്ക് ലൈഫിൽ കൂടുതൽ എന്താ പറയണ്ട സക്സസ് ആകാനും പറ്റുള്ളൂ. നമുക്കതിൽ ഈ എന്റെ ഒരു വാക്കിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. 5 ആൺമക്കളിൽ രണ്ടാമനാണ്. 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. അങ്ങനെ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആദ്യം സ്കൂൾ ബസ്സിൽ ക്ലീനറായി പോയി. അങ്ങനെ 1-2 വർഷം പോയപ്പോ 18 വയസ്സ് കംപ്ലീറ്റ് ആയപ്പോ പിന്നെ ലൈസൻസ് എടുത്തു. അങ്ങനെ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വർഷക്കാലം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ റിക്രൂട്ട്മെന്റ്, ഒരു ഓപ്പൺ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടായി. അങ്ങനെ അത് ഞാൻ ഫോം ഫില്ലപ്പ് ചെയ്ത് അയച്ചു. ഞാൻ ക്ലർക്കിലേക്കാണ് അയച്ചത്. അന്ന് ക്ലർക്കിലൊക്കെ പിന്നെ 10ാം ക്ലാസ് പാസ്സായാൽ മതി. അപ്പൊ അത് അയച്ചു. അവിടുന്ന് കോൾ ലെറ്റർ വന്നു. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ആദ്യം ഫിസിക്കൽ ടെസ്റ്റ്, അതായത് വെസ്റ്റ് ഹില്ലിന്റെ ചുറ്റും ഓടുക എന്നതാണ്. അപ്പോ 12,000 പേരുണ്ടായിരുന്നു. ആ 2,000 പേരിൽ ഓടിയിൽ ഒരു 150 പേരെയായിരുന്നു അന്ന് സെലക്ഷൻ ചെയ്തത്. ആ 150 പേരിൽ ഒരാളാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു.
ബാക്കി ആ ഓടിയ ശരിക്കും പറഞ്ഞാല് 1850 ആൾക്കാരും മോശക്കാരൊന്നുമല്ല, നല്ല കഴിവുള്ള ആൾക്കാരാണ്. അന്നത്തെ സമയം അവർക്ക് ഉപകാരമല്ല, അല്ല അന്നത്തെ സമയം അവർക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഒരുപക്ഷെ ആ 1850 ആൾക്കാരും എന്നെക്കാൾ ഒരുപാട് കഴിവുള്ള ആളായിരിക്കും. പക്ഷെ അന്നത്തെ ആ ഒരു ദിവസത്തിൽ അവർ ഓടിയപ്പം സെലക്ഷൻ ആകാൻ പറ്റില്ല, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം. പക്ഷെ ഞങ്ങള് 150 ആള് സെലക്ഷനായി. അങ്ങനെ സെലക്ഷൻ ആയപ്പോ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, പിന്നെ നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ ഉണ്ട്. ഇതൊക്കെ നടക്കുന്നത് എന്നെ ആ ഒരു മേഖലയിൽ എത്തിച്ചത് എന്റെ സഹോദരനാണ്. എനിക്ക് മൂത്ത ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. ആ ചേട്ടനാണ് എന്നെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ ആ ഒരു റിക്രൂട്ട്മെന്റ് റാലിക്ക് എത്തിച്ചത്. ഓടിയതും ടെസ്റ്റ് ചെയ്തതും റിട്ടേൺ ടെസ്റ്റ് ചെയ്തതും മെഡിക്കൽ ഇതൊക്കെ എന്റെ ശരീരത്തിലാണ്, എന്റെ എഫേർട്ടിലൂടെയാണ്. അപ്പൊ നമ്മളെ പല ആൾക്കാരും പല മേഖലയിൽ എത്തിക്കാൻ ഒരു കാരണക്കാരാകാറ്. അതുപോലെ തന്നെ എന്നെ അവിടെ എത്തിച്ചു. ഞാൻ അതിൽ സെലക്ഷൻ ആയപ്പോൾ വേക്കൻസിയുടെ പേരിൽ ചെറിയൊരു പണം ചോദിക്കുകയുണ്ടായി. 5000 രൂപ തരുവാണെങ്കിൽ നിങ്ങളെ സെലക്ഷൻ ഉണ്ട്. ആകെ ഞങ്ങൾക്ക് ക്ലറിക്കൽ മേഖലയിലേക്ക് 15 വേക്കൻസി ഉള്ളൂ. ഞങ്ങൾ 25 ആള് സെലക്ഷൻ ആയിട്ട് ഉണ്ട്. അന്ന് ഞങ്ങളോട് 5000 രൂപ, അതായത് എനിക്ക് തോന്നുന്നു 94-95 ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു പണം കൊടുത്തിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നു. അപ്പൊ ഏട്ടനും പറഞ്ഞു ആ പൈസ കൊടുത്തിട്ട് പോവുകയും ചെയ്യണ്ട, കാരണം എന്താ വെച്ചാല് ഞാൻ അതിനേക്കാളും കൂടുതൽ വരുമാനം ഒരു മാസം ഈ ഒരു മേഖലയിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചെറുപ്പത്തിലെ കഷ്ടപ്പെടാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ പണം, നമ്മൾ പറയുന്നില്ലേ ഈ അതിന് തമിഴില് ലഞ്ചെന്ന് പറയും, ഹിന്ദിയിൽ ഗൂസ് എന്ന് പറയും, നമ്മൾ ഈ നാട്ടിലാണെങ്കിൽ നമ്മൾ കൈക്കൂലി എന്നൊക്കെ പറയും. അപ്പൊ അതില് എനിക്ക് താല്പര്യമില്ലാതെ കൊണ്ട് തന്നെ തിരിച്ചുപോയി. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കോൾ ലെറ്റർ വന്നു, ജനറൽ ഡ്യൂട്ടിയിലേക്ക് വേക്കൻസി ഉണ്ട്, വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രാം തീയതി റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്റെ അച്ഛനും ഒരു പഴയ പട്ടാളക്കാരനാണ്, കൂടുതൽ വർഷമൊന്നും സർവീസിൽ ഉണ്ടായിട്ടില്ല. 1959 മുതൽ 62 വരെ ചൈന വാർ ടൈമില്, അതിപ്പോ പറയുമ്പോൾ എങ്ങനെയാ അർത്ഥപ്പെടുമെന്നല്ല, കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ള ഒരു അർത്ഥത്തില് വെരിഫിക്കേഷനിൽ ഔട്ടായി പോയ ഒരു വ്യക്തിയാണ്. അപ്പം ഹൈദരാബാദില് പിന്നെ നാസിക്കിലൊക്കെ ആയിരുന്നു അന്ന് ട്രെയിനിങ്. 3 വർഷത്തോളം സർവീസിലുണ്ടായിരുന്നു. വെരിഫിക്കേഷൻ ഔട്ട് ചെയ്ത് അന്നത്തെ കാലത്തൊക്കെ ഒരു ലെറ്റർ ഒക്കെ വന്ന് നാട്ടിൽ വന്ന് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ അത് ജെന്യൂനിറ്റി ഇല്ലെങ്കിൽ അവര് പറഞ്ഞു വിടും എന്നുള്ളതാണ്. പക്ഷെ അന്നൊക്കെ നമുക്കറിയാലോ ഈ പിന്നെ എന്താ പറയണ്ടേ, കമ്പി വരലും അതുപോലെ തന്നെ ലെറ്ററുകളൊക്കെ വരുമ്പോൾ ആ നാട്ടിലെ ആൾക്കാരുമായിട്ടാണ് സംസാരിക്കുക. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് കൺട്രി ആയിരുന്നു ചൈന. ആ ഒരു സമയത്ത് അവരുമായിട്ടുള്ള വാറിന്റെ രീതിയിൽ വെരിഫിക്കേഷനിൽ പുറത്താക്കിയ ഒരു വ്യക്തിയാണ് എന്റെ അച്ഛൻ. അപ്പൊ എന്റെ അച്ഛന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു മക്കളിൽ 5 മക്കളിൽ ആരെങ്കിലും ഒരാൾ പട്ടാളക്കാരനായാൽ അതൊരു കുടുംബത്തിന് നല്ലതായിരിക്കും എന്നുള്ള തോന്നലായിരിക്കും. ഒരു പക്ഷെ എന്റെ അച്ഛൻ പറഞ്ഞു മോനെ സാരമില്ല, എന്തായാലും പോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആഗ്രഹിച്ച് ക്ലർക്കിൽ പോലാണ്. പക്ഷെങ്കിൽ അത് കിട്ടാതെ കൊണ്ട് എനിക്ക് മനസ്സും അടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ആ ഡീറ്റെയിൽസ് മൊത്തം വായിച്ച് കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു മുരളി ഏതായാലും ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയപ്പോഴാണ് അവിടെ ഹൈറ്റിന്റെ അടിസ്ഥാനത്തിലാണ് മിലിറ്ററി പോലീസിലേക്ക് ഞാൻ സെലക്ഷൻ ചെയ്തത്. മിലിറ്ററി പോലീസിലേക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 2 പേരും, കണ്ണൂരിൽ നിന്ന് ഞാനും, വയനാട് നിന്ന് 2 പേര്, അങ്ങനെ പിന്നെ മലപ്പുറം, അങ്ങനെയൊക്കെ ചേർന്ന് ഏകദേശം 8-9ഓളം പേര് ഞങ്ങൾ മലയാളികൾ. ബാംഗ്ലൂരാണ് ഞങ്ങളുടെ ട്രെയിനിങ് സെന്റർ നീലസാന്ദ്രയില്. ഏകദേശം 2 വർഷം അവിടെ ട്രെയിൻ ചെയ്തു. 2 വർഷം ട്രെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയാനുള്ള ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു കഥ കേൾക്കുന്ന പോലെ കേൾക്കാതെ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ ഞാൻ ഒരു ഡ്രൈവറായിരുന്ന എന്നെ ആ ഒരു ട്രെയിനിങ് സെന്റർ ബാംഗ്ലൂരിൽ കൊണ്ടുപോയപ്പോൾ അവിടെ കണ്ടിന്യൂ രാവിലെ എഴുന്നേറ്റ് ഓടാനും അതുപോലെ കയറുകൾ പിടിച്ച് കയറാനും, അതിന് വെർട്ടിക്കൽ റോപ്പ്, മങ്കി റോപ്പ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ശരീരത്തിനൊന്ന് പുഷ്ടിപ്പെടുത്തിയതിനു ശേഷം പിന്നെ വെപ്പൺസ്, അതായത് തോക്കുകൾ കൈമിൽ തന്ന് ഹാൻഡിൽ ചെയ്യാനൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ ഒരു ടാർജറ്റ് തന്നു. ആദ്യം ടാർജറ്റില് വെടി എങ്ങനെ വെക്കണം, അത് ഉണ്ടൊക്കെ എങ്ങനെ കൊള്ളിക്കണം എന്നതിനെ പറ്റിയുള്ള ബേസിക്കൽ ക്ലാസ് തന്നു. പിന്നെ ലൈവായിട്ട് വെടിയുണ്ടകൾ തന്നുകൊണ്ട് ആ ടാർജറ്റിൽ കൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നിരന്തരം ഒരുപാട് അടിയും പണിഷ്മെന്റ് ഒക്കെ കിട്ടിയത് കൊണ്ടാണ് ഒരു സൈനികൻ ഒരു ട്രെയിൻ സോൾജർ ആയിട്ട് മാറുന്നത്. കണ്ടിന്യൂ ഒരു 2 വർഷക്കാലം ആ വ്യക്തിയെ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇൻസ്ട്രക്ടർ നിരന്തരം ആ മേഖലയിൽ ട്രെയിൻ ചെയ്ത് ആ വ്യക്തിയെ ഒരു ട്രെയിൻ സോൾജർ ആയിട്ട് മാറ്റുന്നു. 1997 എന്റെ ട്രെയിനിങ് കഴിഞ്ഞ് എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് പോകുന്നത് പഞ്ചാബിലേക്കാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, മലയാളം മാത്രം അറിയുന്ന ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ബാംഗ്ലൂരാണ്. അവിടെ എല്ലാവർക്കും അറിയാം ബാംഗ്ലൂർ കന്നഡയാണ്. പിന്നെ കുറച്ചൊക്കെ തമിഴ് അറിയാം. തമിഴ് സിനിമ കണ്ടത് കൊണ്ട് മാത്രം കുറച്ചൊക്കെ തമിഴ് പറഞ്ഞാൽ മനസ്സിലാവുമായിരുന്നു. പിന്നെ അവിടെ പോയി ഹിന്ദി പഠിച്ചു. ഹിന്ദി കണ്ടിന്യൂ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിന്ദി പഠിച്ചു. ഞാനും ശ്രമിച്ചു ഹിന്ദി പഠിക്കാൻ. കാരണം
മലയാളികള് 8-10 പേരുണ്ടായിരുന്നു. ആ 8-10 പേരെ സ്പ്ലിറ്റ് ചെയ്തു. അതായത് അടുത്തടുത്ത് ഇരിക്കാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മളെ മറ്റുള്ള സംസ്ഥാനക്കാരുടെ ഇടയിലേക്ക് നിർത്തി. കോമൺ ലാംഗ്വേജ് അവിടെ ഹിന്ദി ആയതുകൊണ്ട് അവർ സംസാരിച്ച് അങ്ങനെ പഠിക്കാൻ തയ്യാറായി. പഠിച്ചപ്പോ പതിയെ ഹിന്ദി ആദ്യമൊക്കെ തെറ്റുകൾ പറഞ്ഞു, പിന്നെ ശ്രമിച്ചു നല്ല രീതിയിൽ പഠിച്ചു. അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പഞ്ചാബിലേക്ക് പോസ്റ്റിംഗ് പോയി. പഞ്ചാബിലേക്ക് പോസ്റ്റിംഗ് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറി, അന്ന് ഹിമസാഗർ എക്സ്പ്രസിൽ കയറി പഞ്ചാബിലെത്തി. പഞ്ചാബിലെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പം മിലിറ്ററി വെഹിക്കിൾ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അറിയാതെ ഒരു നാട്ടിലേക്ക് പുതുതായി നമ്മൾ കടന്നു ചെല്ലുകയാണ്. ആ ഒരു സമയത്തൊക്കെ 94-ലൊക്കെ സിഖ് ഭീകരരുടെ പ്രവർത്തനം നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ആ ഒരു കാലഘട്ടത്തൊക്കെ പഞ്ചാബിലൊക്കെ വൈകുന്നേരം 4-5 മണിയാകുമ്പോൾ കടകമ്പോളങ്ങളൊക്കെ അടച്ചു. ആ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പം അതും ഒരു പേടിപ്പെടുത്തുന്ന, നമ്മൾ ഇവിടുന്ന് പോസ്റ്റിംഗ് പോകുമ്പോൾ ഞങ്ങളോട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പഞ്ചാബിൽ കിട്ടിയ എന്നെ പോലെയുള്ള കുറച്ച് ആൾക്കാരോട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന എടാ പഞ്ചാബിൽ ഭയങ്കര ഡേഞ്ചറാണ്, നീ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്, പേടിപ്പിക്കുന്ന ഒരു സമ്പ്രദായ രീതി ഉണ്ടായിരുന്നു. അവരിങ്ങനെ പറയും, നമ്മളോട് തന്നെ ഒരു പറഞ്ഞൊരു നെഗറ്റീവ് ആക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു, ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ പോയി, കാരണം പോയല്ലേ പറ്റൂ. എന്തിനാണ് പോകുന്നത്? ജീവിതത്തിൽ നമ്മളെ കുടുംബം ഒന്ന് രക്ഷപ്പെടാൻ. നമ്മൾ എന്നെ പ്രതീക്ഷിച്ച് എന്റെ താഴെ നിൽക്കുന്ന 3 അനിയന്മാരും ഒരു സഹോദരനോ അച്ഛനോ അമ്മയുടെയും നമ്മളെ കുടുംബത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അത്രയും ദൂരം പോയി ഒരു ജോലി കിട്ടിയപ്പോൾ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇന്നും നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയെ പറ്റിയും കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ഈ ഒരു ബിസിനസ്സിൽ അന്നെന്റെ ബേസിക് പേ ഒക്കെ പറയുകയാണെങ്കിൽ 750 രൂപയാണ് ബേസിക് പേ. ഒരു മാസ ശമ്പളം എന്ന് പറഞ്ഞാൽ 2250 രൂപയായിരുന്നു. അന്ന് സ്വർണത്തിന്റെ വില 4000 സംതിങ് രൂപയാണ് ആ ഒരു കാലഘട്ടത്തിൽ. ഇന്നിപ്പോ സ്വർണം എവിടെ എത്തിയിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ട് പോലും നമ്മൾക്ക് ആ കിട്ടുന്ന ചെറിയ തുച്ഛമായ വരുമാനത്തിൽ നമ്മൾ ജീവിതത്തിൽ അത് ആ കിട്ടുന്ന വരുമാനം ഒരു പെർമനന്റ് വരുമാനമാണല്ലോ, ഒരു ഗവൺമെന്റ് ജോലി ആണല്ലോ, പെൻഷൻ ഉണ്ടാവല്ലോ എന്നുള്ള വിചാരത്തോടു കൂടിയാണ് നമ്മൾ കണ്ടിന്യൂ അത്രയും ദൂരം പോയി ജോലി ചെയ്യാൻ തയ്യാറാകുന്നത്. അതും റിസ്ക്. കാരണം വെച്ചാല് പോയി ഇപ്പം എന്താ പറയണ്ട, ഈ ഭീകരർ എന്ന് പറയുമ്പോൾ ആരുടെയും നെറ്റിയിൽ എഴുതി വെച്ചില്ല ഞാൻ ഭീകരനാണ്, ഞാൻ നിന്നെ കൊല്ലാൻ വരുന്നത്. അത് എവിടെ നിന്നാണ് അറ്റാക്ക് വരിക, എന്താണ് സംഭവിക്കുന്നത് ആർക്കും അറിയത്തില്ല. അപ്പൊ ഹൈലി റിസ്ക് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ അന്ന് അവിടെ പോയി ജോലി ചെയ്തത്. അങ്ങനെ 2 വർഷം അവിടെ ജോലി ചെയ്ത് 97 മുതൽ 99 വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ പഞ്ചാബ് എന്ന് പറഞ്ഞ പഞ്ചാബിൽ ഈ ഗ്രൂപ്പ് ഈ ഒരു മീറ്റിംഗിൽ പോയ ഒരാളുണ്ടെങ്കിൽ പറയാം, ചൂട് സമയത്ത് അതിശക്തമായ ചൂടാണ്, തണുപ്പ് സമയത്താണെങ്കിൽ കഠിനമായ തണുപ്പാണ്. തണുപ്പ് എന്ന് പറയുമ്പോൾ ഐസ് വീണ സ്ഥലത്തൊക്കെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ ചില തണുപ്പ് വരാറുണ്ട്. അത് നമ്മളെ ശരീരത്തിൽ നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അവിടെ ചെറിയൊരു വിടവുണ്ടെങ്കിൽ അതിലൂടെ കുത്തി തിളച്ച് ഉള്ളിൽ കയറുന്ന തരത്തിലുള്ള ചില എന്താ പറയുക തണുപ്പുണ്ട്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഐസ് വീണ സ്ഥലത്തൊക്കെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. കാരണം വെച്ചാൽ അവിടെയൊക്കെ ഒരു ചെറിയൊരു ടെമ്പറേച്ചർ പിന്നെയും ക്രിയേറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോ ഇവിടെ ഇങ്ങനെ ഈ പഞ്ചാബിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ അത് മാത്രമല്ല നല്ലോണം മൂടൽ മഞ്ഞ് പിടിച്ചു നിൽക്കുന്നതാണ്. ചില രാവിലെ മൂടൽ മഞ്ഞ് പിടിച്ചു കഴിഞ്ഞാല് ഒരു 11-12 മണി വരെ റോഡ് പോലും കാണില്ല. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഡ്യൂട്ടിക്കൊക്കെ പോകാനുണ്ടെങ്കിൽ നമുക്ക് റോഡ് കാണില്ല. അങ്ങനെ ഒരുപാട് ആക്സിഡന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പട്ടാളക്കാരൻ നല്ലൊരു ശതമാനം മരണപ്പെടുന്നത് യുദ്ധത്തിനേക്കാൾ കൂടുതൽ ഈ ട്രാവലിംഗിലും റിസ്കി ആയിട്ടുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിലൊക്കെ പോകുമ്പോൾ സ്ലൈഡിങ്ങിലൂടെയും വലിയ വലിയ കൊക്കകളിലേക്ക് വണ്ടികൾ മറഞ്ഞു വീണതൊക്കെയാണ്. അത് സംഭവിക്കുന്നത് ആ ഒരു അത്രയും റിസ്ക് ആയിട്ടുള്ള ഏരിയയിലൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ്. ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോകാറുണ്ട്. ഇങ്ങനെയുള്ള ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ആക്സിഡന്റ് പറ്റി മരിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം നമ്മൾ അവിടെ പോയപ്പോഴാണ് കണ്ടത്. കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് വയനാട്ടിലോ അല്ല പിന്നെ നമ്മൾ ഈ ഇടുക്കി കുമളി ഭാഗത്തൊക്കെ പോകുമ്പോൾ മാത്രമാണ് കുറച്ചൊക്കെ നല്ല രീതിയിൽ മൂടൽമഞ്ഞ് കാണാൻ പറ്റും. പക്ഷെ ത്രൂ ഔട്ട് ഒരു ദിവസം ഒരു വൈകുന്നേരം വരെ അല്ലെ ഒരു 3 മണി വരെയൊക്കെ മൂടൽമഞ്ഞ് കാണാൻ സാധിച്ചത് നമ്മൾ പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളൊക്കെ പോയപ്പോഴാണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ലൈഫിൽ ഇതൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് ഓരോരോ എക്സ്പീരിയൻസ് നമുക്കുണ്ടായത്. അങ്ങനെ 1999 കാർഗിൽ വാർ വന്നപ്പോൾ അതിലും പാർട്ടിസിപ്പേഷൻ ചെയ്ത ഒരു പട്ടാളക്കാരനാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ എനിക്ക് സാധിക്കുന്നത്. കാരണം വെച്ചാല് ജീവിതത്തിൽ അതുവരെ കഥകൾ കേട്ട പല ആൾക്കാരും പട്ടാളക്കാർ പറയുമ്പോൾ ബെടായി പറയലാന്നുള്ള രീതിയിൽ എല്ലാവരും കളിയാക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മുതിർന്ന പട്ടാളക്കാർ പട്ടാളക്കാർ വന്നു ഇനി ഓന്റെ ഭാഗം ഇനി ബെടായി കേൾക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ഒരു തമാശ രൂപേണ പറയാറുണ്ട്. പക്ഷെ ജീവിതത്തില് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയും, കാർഗിൽ എന്ന് പറഞ്ഞ ആ യുദ്ധം വന്ന സമയത്ത് ഞാൻ പോസ്റ്റഡ് ആയിട്ടുള്ളത് ഇന്ന് പൂഞ്ച് രജോറി എന്ന് കേട്ടിട്ടുണ്ട്. വളരെ അതായത് ഇന്ത്യൻ മാപ്പില് ഒരുപക്ഷെ വേൾഡിൽ തന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് പൂഞ്ച് രജോറി എന്ന് പറഞ്ഞ. ഒരുപക്ഷെ പട്ടാളക്കാർ ആരെങ്കിലും സർവീസ് ചെയ്ത് റിട്ടയർഡ് ആയ ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ട്, അവർക്ക് അറിയായിരിക്കും. അപ്പൊ അങ്ങനെ റിസ്കി ആയിട്ടുള്ള ഒരു മേഖലയിൽ ഏകദേശം 1.5 വർഷത്തോളം കഴിഞ്ഞു. 2000
2000 പകുതിയോളായപ്പോ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് എന്റെ അവിടുന്ന് ടേൺ ഓവർ കഴിഞ്ഞ് ഞാൻ ഇവിടെ മധുരയിലേക്ക് വരുന്നത്. മധുര എന്ന് പറഞ്ഞാൽ UP മധുര, കൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയിലേക്ക്. അവിടെ വന്നൊരു 3 വർഷം സർവീസ്, 3-3.5 വർഷം സർവീസ് ഉണ്ട്. അതിനിടയിൽ പാർലമെന്റ് അറ്റാക്ക് 2001 വന്നപ്പോൾ അതിലും മോബിലൈസേഷൻ ചെയ്ത് നമ്മൾ നേരെ രാജസ്ഥാന്റെ ബോർഡർ ഏരിയയിൽ വരെ പോയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ഓരോ നാടുകളിൽ പോകുമ്പോൾ, ഓരോ സിറ്റുവേഷനിലും അതിജീവിച്ച് കണ്ടാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. എന്റെ മുമ്പിൽ എന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേമരാജൻ സാർ ആയിക്കോട്ടെ, ബിനു സാർ ആയിക്കോട്ടെ, വിനീഷ് സാർ ആയിക്കോട്ടെ, ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും അവരുടേതായ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടാകും. അത് അവരുടെ ജീവിതത്തിൽ നടന്നുപോയ കഴിഞ്ഞ് മുന്നോട്ട് പോയിരുന്ന കാലഘട്ടത്തിൽ അവർ നേരിട്ട സമയത്തുണ്ടാകുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ കഴിഞ്ഞ് പല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എക്സെപ്റ്റ് കേരളത്തിലൊഴികെ എല്ലാ സംസ്ഥാനത്തും എനിക്ക് ഈ സർവീസിന്റെ ഭാഗമായിട്ട് ജോലി നോക്കാൻ സാധിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് മുതൽ നോർത്ത് ഇന്ത്യ മുതൽ ടോപ്പ് ഏരിയ, അതായത് സിയാച്ചിൻ ഗ്ലേഷ്യർ മുതൽ താഴെ വരെ നമുക്ക് ജോലി നോക്കാൻ സാധിച്ചിട്ടുണ്ട്. സർവീസിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോയപ്പോൾ അവിടുത്തെ ജീവിത രീതിയായിട്ട് കമ്പയർ ചെയ്തപ്പോൾ നമ്മളൊക്കെ ഒരുപാട് മുൻപിലാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാം. വെറുതെ ഒന്നല്ല, കേരളം ഇത്രയും എന്താ പറയണ്ട ഗോഡ്സ് ഓൺ കൺട്രി എന്നും ദൈവത്തിന്റെ കയ്യൊപ്പ് ഇതാക്കിയ ഒരു പ്രദേശത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. അത് കുടിക്കുന്ന വെള്ളത്തിലായാലും ശരി, ഒരുപാട് കാരണം ഞാൻ പല സ്ഥലങ്ങളും പോകുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദഹനം പോലും ശരിക്കും നടക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. പല സ്ഥലങ്ങളും പോയി ക്ലൈമറ്റേഷൻ ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ താഴെ നിന്ന് കയറി വന്ന ഒരു വ്യക്തി മേലോട്ട് കയറണമെങ്കിൽ 6 ദിവസം 7 ദിവസം ക്ലൈമറ്റേഷൻ ചെയ്തിട്ടാണ് അവരെ അടുത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പറയണ ഒരുപക്ഷെ എന്റെ നാട്ടിലെ ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ, എന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടോ, എന്റെ സഹോദരന്മാരുടെ പ്രാർത്ഥനകൾ കൊണ്ടോ എന്നല്ല, പോയ പോലെ തന്നെ ഫിറ്റായിട്ട് 2018 ഞാൻ റിട്ടയർമെന്റ് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഒരുപക്ഷെ റിട്ടയർമെന്റ് ചെയ്തു വരുമ്പോൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ നാട്ടിലേക്ക് നമ്മൾ റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ ഒരു സൈനികനെ സംബന്ധിച്ചോളം ഇപ്പോഴാണ് അത്യാവശ്യം നല്ല പേയ്മെന്റും കാര്യങ്ങളൊക്കെ ആയത്. ആ ഒരു സമയത്ത് 2016 പേ കമ്മീഷൻ ഔട്ടായ സമയത്ത് ഞാൻ 750 രൂപ ബേസിക് പേയ്മെന്റ് മേടിച്ച ഞാൻ 39,300 രൂപ ബേസിക് പേയ്മെന്റിലാണ് ഞാൻ ഔട്ടാകുന്നത്. ഏകദേശം 19,000 രൂപ ശമ്പളം ആ ഒരു മാസം ശമ്പളം കിട്ടുന്ന സമയത്താണ് ഞാൻ പട്ടാളത്തിൽ നിന്ന് നമ്മുടെ സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വന്നത്. ഞാൻ റിസൈൻ ചെയ്ത് വന്നതൊന്നുമല്ല, എന്റെ സർവീസിന്റെ ടൈം ഡ്യൂറേഷൻ അനുസരിച്ചുള്ള സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ ഇതിനിടയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വാളണ്ടർ റിട്ടയർമെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 15 വർഷമായപ്പോഴൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ വൈഫ് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, മുരളിയേട്ടാ കുറച്ചും കൂടി മുന്നോട്ട് പോയിക്കൂടെ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ചു നിന്നതാണ്. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോയി 2018 റിട്ടയർമെന്റ് ചെയ്ത് നാട്ടിലേക്ക് വന്നതിന് ശേഷം 1-2 മാസം ഞാൻ ശരിക്കും പറഞ്ഞാല് നാട്ടിനെ ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ഒരുപാട് പ്രവാസികൾ ഉണ്ടാവും, പട്ടാളക്കാരുണ്ടാവും, പല മേഖലയിൽ ജോലി ചെയ്യുന്ന, അല്ലെ കേരളത്തിന് പുറത്തോ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ കണ്ടിന്യൂ ജോലി ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്ന് സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ എനിക്ക് സ്പെഷ്യലി പറയാനുള്ള ഒറ്റൊരു കാര്യം, നമ്മളെ നാടിനെ ഒന്ന് പഠിക്കുക എന്നതാണ്. അല്ലെ, ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ച് ഒരു പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട് ആ പെണ്ണിനെ സംബന്ധിച്ച്, ആ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പുതുതാണ്. ആ വീട്ടിലെ പുതിയ ആൾക്കാരെയും ഒരുപക്ഷെ ആ ഭർത്താവിനെ തന്നെ അവരുടെ ആക്ടിവിറ്റിനെ പറ്റിയൊന്നും അവരറിയില്ല, അവരൊന്ന് മനസ്സിലാക്കി എടുക്കുകയാണ്. അങ്ങനെ ആ കുടുംബമായിട്ട് മിങ്കിളായി പതിയാണ് അവർ സെറ്റിൽഡ് ആകുന്നത്. അതേപോലെ തന്നെ ഒരു ഭാര്യ വീട്ടിന്റെ അടുത്ത് പോയി ഒരു ഭർത്താവ് വീട് വെക്കുമ്പോൾ ആ നാട്ടിലെ ആ വ്യക്തിയെ സംബന്ധിച്ച് അന്യനാണ്, അയാൾ അവിടെ പോയി സെറ്റിൽഡ് ആകുന്നത്. അതേപോലെ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങള്, അതായത് ഞങ്ങളോട് ഇൻഫോം ചെയ്തത് ബ്രിഗേഡ് കമാൻഡർ ആയിട്ടുള്ള ജോർജ് സാറാണ്, മലയാളിയാണ്. പറഞ്ഞൊരു കാര്യമാണ്, മക്കളെ നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രൊവിഡന്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റി ഒക്കെ ചേർന്ന് നിങ്ങളിൽ നല്ലൊരു പൈസ ഉണ്ടാകും. അത് എങ്ങനെ എവിടെ വിനിയോഗിക്കണമെന്ന് നിങ്ങളെക്കാരും നല്ല പ്ലാനിങ്ങിലാണ് നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മുരളി വരുമ്പോ മുരളിയുടെ പണം എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അവർ നല്ല രീതിയിൽ പ്ലാൻ. ദയവ് ചെയ്ത് നിങ്ങൾ പോയിട്ട് അറിയാതെ ഒരു മേഖലയിലും കൊണ്ടുപോയി പണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണോ അറിയുന്ന ആ മേഖലയിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെ പൈസ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുക. അത് കൂടാതെ നിങ്ങൾ നാടിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നാടിനെ ഒന്ന് പഠിക്കുക. 95 പട്ടാളത്തിൽ വന്ന മുരളി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ ഒരു കാലഘട്ടമല്ല 2018 നാട്ടിലേക്ക് വരുമ്പോൾ. നാടുകൾ മാറി, ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, ആൾക്കാരുടെ ജീവിത രീതികൾ മാറി, നമ്മളെ സുഹൃത്ത് ബന്ധത്തിലുള്ള ആൾക്കാരുടെയും സ്വഭാവങ്ങളിൽ എല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. നമ്മളെ നേരിട്ട് കാണുമ്പോൾ കാണുന്ന ആ ഒരു സമീപനം ആയിരിക്കില്ല. എങ്ങനെയാണെന്ന് നമുക്ക് അവരെ മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അവിടെ പോയി ഒരു നാട്ടിൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു 1 ഇയർ എടുത്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം 2-3 മാസം ഒന്നും ചെയ്യാതെ ശരിക്കും അങ്ങനെ മുന്നോട്ട് പോയി.
അങ്ങനെ ഇരിക്കുമ്പം എന്റെ വൈഫ് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് എന്നെ മാറി ചിന്തിപ്പിച്ചത്. എന്റെ വൈഫ് എന്നോട് ചോദിച്ചു, മുരളിയേട്ടൻ ഇങ്ങനെ ഇരുന്നാൽ മതി, എന്തെങ്കിലും ജോലിക്ക് പോകണ്ടേ? കഴിഞ്ഞ 24 വർഷം ജോലി ചെയ്ത് വന്ന് 3 മാസം ആകുന്നതിന് മുമ്പ് എന്റെ വൈഫ് പിന്നെ എന്നോട് ചോദിക്കുകയാണ് എന്തെങ്കിലും ജോലിക്ക് പോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളെ മുഖത്ത് ഇങ്ങനെ നോക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 24 വർഷമായിട്ട് ഞാൻ ജോലി തന്നെയല്ലേ ചെയ്തു. എന്നും നീ എന്നോട് ജോലിക്ക് പോകാൻ വേണ്ടി പറഞ്ഞ 24 വർഷം ജോലി ചെയ്തിട്ടും എനിക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം കിട്ടിയിട്ടുള്ളെങ്കിൽ ഞാൻ എന്നും ജോലിക്ക് പോയാൽ ഇത് തന്നെയല്ലേ സംഭവിക്കുക. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യും. ആ ബിസിനസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഒരു കുടുംബത്തിന്റെ ആ ഒരു സാഹചര്യം മൂലം പണ്ട് പശുവിനെ വളർത്തി, അമ്മയൊക്കെ പശുവിനെ വളർത്തിയ സമയത്ത് അത് നല്ല രീതിയിൽ അറിയുന്നതുകൊണ്ട് ഒരു ഫാം ഹൗസ് സെറ്റ് ചെയ്യാന്നുള്ള ഒരു 15 ലക്ഷം രൂപ മാറ്റി വെച്ചൊരു ഫാം ഹൗസ് സെറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ബിസിനസ് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞത്. അത് വേറൊന്നുമില്ല, തൃശ്ശൂർ പോയി ജേഴ്സി പശുക്കളെ കൊണ്ടുവരണം, ബെല്ലാരി പോയി കുറച്ച് പോത്തുംകുട്ടികളെ കൊണ്ടുവരണം, അങ്ങനെ 1-2 എനിക്കൊരു അതിനുള്ള സ്ഥലവും സൗകര്യവും ഉണ്ട്, ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു എക്സ്ട്രാ. അപ്പൊ അവിടെ 1-2 ഹിന്ദിക്കാരെ വെച്ച്, നമ്മൾ ഹിന്ദിക്കാരെന്ന് വെച്ചാൽ ബായിമാരെ, നോർത്ത് ഇന്ത്യക്കാരെ വെച്ച് അവരുടെ ഒരു 1000 രൂപയും പിന്നെ പെൻഷനോട് കൂടി ജീവിച്ചു പോകാന്നുള്ള ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ബിസിനസ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എന്റെ കൂട്ടുകാരൻ എന്റെ വീട്ടിലേക്ക് വരുന്നത്. അവൻ ഞാനുമായിട്ട് നല്ലൊരു സുഹൃത്താണ്. അവൻ പിന്നെ എന്താ പറയണ്ട, ചെറുപ്പം മുതലേ നമുക്ക് നന്നായിട്ട് പരിചയമുണ്ട്. അപ്പൊ അവൻ എന്നോട് ഇതിനെപ്പറ്റി നിരന്തരം പറഞ്ഞു. അപ്പൊ അവൻ പറയുമ്പോൾ പോലും എന്റെ മൈൻഡിലുള്ളത് അന്ന് ബ്രിഗേഡ് കമാൻഡർ പറഞ്ഞ ആ ഒരു വാക്കാണ്. കാരണം നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നിങ്ങൾക്ക് പരിചയമില്ലാത്ത മേഖലയില് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി അല്ലെ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നു. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞപ്പം ഞാൻ അവനോട് നോ പറയാൻ പറ്റാതെ കൊണ്ട് ഓക്കേടാ എന്ന് പറയും. പക്ഷെ അവൻ ഒരു 3-4 ലീഡേഴ്സിനെ എന്റെ വീട്ടിലേക്ക് വരുമ്പോ ആ ലീഡേഴ്സ് വരുന്ന സമയത്ത് ഞാൻ അവിടുന്ന് സ്ഥലം ഒഴിവാക്കി, അതായത് അവിടുന്ന് മാറി സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം അവർ വന്നപ്പോൾ ഞാൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോയപ്പോ കൂട്ടുകാരൻ എന്റെ അടുത്ത് വന്ന് ഒന്ന് ചൂടായി. അവൻ ചൂടായ ഒറ്റൊരു കാര്യം ഇത്രേ ഉള്ളൂ, എടാ അവരും മനുഷ്യന്മാരാണ്, അവർക്കും വ്യക്തിത്വങ്ങളുണ്ട്, അവരെ ഓരോരുത്തർക്കും വ്യക്തികൾക്കും വ്യക്തിത്വങ്ങളുണ്ട്. നിനക്ക് പറ്റൂലെങ്കിൽ നീ പറ്റൂല എന്ന് ഓപ്പണായിട്ട് തുറന്നു പറയാം. നീ അവര് വരുമ്പോ ഓക്കെ എന്ന് എന്നോട് പറയും, അവര് വരുമ്പോ നീ ഒഴിവ് പറഞ്ഞ് ഒഴിവാക്കി പോകുന്നതിനെ നല്ലത് നീ ഒന്ന് കേട്ട് നോക്കുന്നു പറഞ്ഞു. അത് നീ ബിസിനസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക, അതിന്റെ അകത്ത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, ഞാൻ കുറെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 5ാമത് അവർ വന്നപ്പോ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തയ്യാറായി. പക്ഷെ അന്നും എനിക്ക് ഭയങ്കര ദേഷ്യമോ ഒരു എന്താ പറയണ്ട ഒരു അഹങ്കാരം പോലെയായിരുന്നു. അവർ വന്നപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ എന്തോ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് എന്റെ സുഹൃത്ത് മനോജ് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ആ പ്രൊഡക്റ്റ് ഇവിടെ തന്നെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു വ്യക്തി എന്നോട് പറഞ്ഞു, സാറേ എന്റെ പേര് ബിനോ ജെയിംസ് എന്നാണ്, ഞാനൊരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പട്ടാളക്കാരനാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണർ കാണിച്ചു പുള്ളിയോട്. കാരണം വെച്ചാല് അദ്ദേഹം ഒരു സൈനികനാണല്ലോ, ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ പുള്ളിയോട് ഒന്ന് ശരി സാർ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു വരുമ്പോ പുള്ളിയുടെ ചേട്ടനും ഞാനും ഒന്നിച്ച് പഠിച്ചതാണ്. പറഞ്ഞു വരാൻ വലിയ ദൂരമൊന്നുമില്ല. ഞാനും ബിനോ ജെയിംസ് എന്ന് പറഞ്ഞ ആ വ്യക്തി ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഒരു ദിവസം 2,10,000 ഒക്കെ നേടിയത്. അപ്പോ ആ വ്യക്തിയുടെ എക്സ്പീരിയൻസ് പുള്ളി പറയുന്നതിന് മുമ്പ് പുള്ളിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞ് പുള്ളിയുടെ ചേട്ടനും ഞാനും ഒന്നിച്ച് ഒരു 2 കിലോമീറ്റർ അപ്പുറമുള്ള സ്കൂളിൽ പഠിച്ചാണ്. പുള്ളി ഞാനുമായിട്ട് ഒരു 3-3.5 കിലോമീറ്റർ വ്യത്യാസം, ഒരു മാക്സിമം 4 കിലോമീറ്ററിന്റെ ദൂരത്തിലാണ് ഞങ്ങളെ വീടുള്ളത്. പക്ഷെ അങ്ങനെ അറിയില്ല, ആ ഒരു പിന്നെ എന്താ പറയണ്ട പഠിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ അറിയില്ല. അവർ ചേട്ടനുമായിട്ട് പഠിച്ചു, അവർ വീടുകളിലും നമ്മൾ വിസിറ്റ് ചെയ്യാറില്ലല്ലോ, ആ ഒരു സമയത്ത് പോകാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ പുള്ളി കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ കുറച്ച് പ്രോഡക്റ്റ് അന്ന് ഒരു 8,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി. അപ്പൊ ആ പ്രൊഡക്റ്റിൽ അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്റെ വൈഫിന് നല്ല മോക്കറും ഉണ്ടാകുന്ന ഒരു ശരീര പ്രകൃതിയാണ്. അപ്പൊ ഞാൻ ഒരുപാട് മിലിറ്ററി ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. അവിടെ നിന്നും റിസൾട്ട് കിട്ടാതെ വന്നപ്പോ, റിസൾട്ട് എന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ നല്ല മാറ്റം വരും, പിന്നെയും 2ാമത്തെ ആഴ്ചയാകുമ്പോൾ അതിങ്ങനെ പൊന്തി വരുന്നൊരു സാഹചര്യം. അപ്പം ഈ ഒരു മോക്കുരു മാറാനുള്ള കാര്യങ്ങളൊക്കെ, പിമ്പിൾസിന്റെ കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞപ്പോ അതില് മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ, നമ്മളെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ഫോർമുല, നമ്മളെ റേഡിയന്റ് ഗ്ലോ ഫേസ് വാഷ് അത് വാങ്ങി. പിന്നെ എന്റെ മോന് ജനിച്ചപ്പോ തന്നെ വെയിറ്റ് കുറവായിരുന്നു, വെന്റിലേറ്റർ ഒക്കെ വെച്ചിട്ടാണ് കിട്ടിയത്. അപ്പൊ അതിന്റെ ഇമ്മ്യൂണിറ്റി കുറവിനെ നല്ലോണം ബാധിക്കും. അതിന് ന്യൂട്രൽ ലൈഫും കവച പ്രാഷും ഒക്കെ വാങ്ങി. എനിക്കൊരു 95 അവര് തന്നു. എല്ലാം കൂടി ഒരു 8,000 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്നു. അന്ന് 95-ന് 2,500 രൂപയാണ് DP പ്രൈസ്. അപ്പൊ എല്ലാം കൂടി ഒരു 8,000 രൂപയ്ക്ക് അടുത്ത് വില വരുന്ന സാധനങ്ങൾ വാങ്ങി ഞാൻ എന്റെ വൈഫിന് കൊണ്ടുപോയി കൊടുത്തു. വീട്ടിൽ വെച്ചു, ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കൊടുത്തു. അന്ന് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കേൾക്കുന്നത് എന്റെ ഈ ഒരു ഫാം ഹൗസിന്റെ ഏരിയയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ അവിടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. വൈഫ് ഇത് പറഞ്ഞ്, ഇതെന്താ എവിടെയും പരസ്യം പോലും ഇല്ലാത്ത സാധനങ്ങൾ നിങ്ങൾ കൊണ്ടു തന്നേന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും ഒരു വീക്ക്നെസ് ഉണ്ടാവും അല്ലെ, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വീക്ക്നെസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു, നിന്റെ മോക്കുരു മാറാൻ പറ്റിയ നല്ല സാധനമാണ്, നീ എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ അവളവരുടെ മോക്കുരുവിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നതുകൊണ്ട് അവളൊന്നും ഞാൻ പറഞ്ഞ വാക്ക് അതേപോലെ വിശ്വസിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പരീക്ഷണം നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഞാനത് കൊടുത്തു, അവളത് ഉപയോഗിച്ചു.
വിത്തിൻ 2 വീക്കിനുള്ളിൽ കിട്ടിയ ഒരു റിസൾട്ട് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിളിക്കുമ്പോൾ അവരുടെ ഫോൺ എടുക്കുക. കാരണം വെച്ചാൽ ഞാൻ ആദ്യമേ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഈ പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കില്ല, പിന്നെ എന്നെ വിളിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വഴക്കം മേടിച്ചോളൂ. അപ്പൊ അവർക്ക് കിട്ടിയ, എന്റെ വൈഫിന് കിട്ടിയ റിസൾട്ട് ആണ് ഞാൻ അവരെ അങ്ങോട്ട് വിളിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് കുറച്ചും കൂടി എനിക്ക് വേണം, കാരണം വെച്ചാൽ എന്റെ വൈഫിന്റെ അനിയത്തി ബ്യൂട്ടി പാർലർ നടത്തുന്ന ആ ബ്യൂട്ടി പാർലറിലേക്ക് പ്രൊഡക്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി, അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അറിയോ, മൈക്ക് ഓൺ ആയിട്ടെന്ന് തോന്നുന്നു, ദയവ് ചെയ്ത് നോക്കുക. കാരണം വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം വളരെ ഷോർട്ടായിട്ട് തീർക്കാനുള്ള ഒരു ഉദ്ദേശമാണ്. ഡിസ്റ്റർബൻസ് ഉണ്ടായാല് അത് ബാധിക്കും. റീജ മാഡത്തിന്റെ മൈക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ ആ പ്രോഡക്റ്റ് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ വൈഫിന്റെ അനിയത്തിയുടെ ബ്യൂട്ടി പാർലറിൽ നിന്നും ഡിമാൻഡ് വന്നു. അങ്ങനെ കണ്ണൂരിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ, റബ്കോ ഹാളിൽ നടത്തിയ ഒരു പ്രോഗ്രാം ഉണ്ട്. 2019 ജനുവരി മാസം 6-ാം തീയതി നടത്തിയ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന്റെ പേര് 100ഓളം സീലിംഗ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ എന്നെ ഇവര് കൂട്ടിക്കൊണ്ടുപോകാൻ താല്പര്യം കാണിച്ചു. പക്ഷെ ഞാൻ ആദ്യമൊക്കെ നോ പറഞ്ഞോളൂ, കാരണം എനിക്ക് ഇത് പ്രോഗ്രാമിനൊന്നും പോകാൻ താല്പര്യമില്ല. പക്ഷെ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, സാർ ഇതൊരു ഉജാല ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് പോലെയുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു ഫംഗ്ഷനാണ്. അപ്പൊ സാർ ഇതുവരെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉജാല ഏഷ്യാനെറ്റ് ഫിലിം അവാർഡൊക്കെ ഞാൻ ടി-വിയിൽ കണ്ടിട്ടേ ഉള്ളൂ, മറ്റുള്ള നേരിട്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കലാപരമായ മേഖലയിലേക്ക് എനിക്ക് കാണാൻ, ആസ്വാദനം നല്ല ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട്, ആസ്വദിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രോഗ്രാം പറഞ്ഞപ്പോ ഞാനത് പോയി. ആ പോയപ്പോ 500 രൂപ അവർ ടിക്കറ്റ് പറഞ്ഞു. അപ്പൊ 500 രൂപ ഡേറ്റ് പറഞ്ഞപ്പോ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാ 500 രൂപ? അന്നേരം പറഞ്ഞു, സാർ അവിടെ ഉച്ചയ്ക്ക് ബിരിയാണി കിട്ടും, അതേപോലെ രാവിലെ 10 മണിക്ക് ചായ ഉണ്ട്, വൈകുന്നേരം ചായ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഈ ബിരിയാണിക്കും ചായക്കൊന്നും 500 രൂപ ഇല്ലല്ലോ. അന്നേരം പറഞ്ഞു, സാറേ അത്രയും വലിയൊരു പ്രോഗ്രാമാണ്, സാറിന് അതിന്റെ വാല്യൂ അവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ക്രോസ് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തില്ല. കാരണം വെച്ചാൽ നമുക്കറിയാം എത്രയോ പൈസകൾ നമ്മളിങ്ങനെ മിസ്യൂസ് ആയിട്ട് കളയുന്നുണ്ട് പല മേഖലയിലായിട്ട്. അത് ഞാൻ ആ ഒരു മേഖലയൊന്നും ഞാൻ പറയുന്നില്ല, പല മേഖലയിലേക്കാണ്. അപ്പം നമ്മുടെ ഒരു ഇത്രയും നല്ല ഒരു കളർഫുൾ പ്രോഗ്രാം ആണെങ്കിൽ അതിൽ നിന്ന് കാണാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അങ്ങനെ പോയപ്പം ആള് നിറച്ചു ആളാണ്. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും പുറകിലാണ് സീറ്റ് കിട്ടിയത്. അപ്പൊ എന്റെ കൂടെ തന്നെ എന്റെ നാട്ടിലെ എന്റെ ഒരു കളിക്കൂട്ടുകാരനായ ഒരു സലാം അവിടെ വെച്ച് ഞാൻ യാദർശികമായി കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? അന്നേരം പറഞ്ഞു, എന്റെ അളിയനാണ്. അപ്പൊ നിന്നെ കാണാൻ വേണ്ടി അന്ന് വന്നതിൽ എന്റെ ഒരു അളിയനുണ്ട്, പേര് അൻസാരി എന്നാണ്, പുള്ളിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഒരു മുബീൻ മുഹമ്മദ് വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടാടെ നമുക്ക് രണ്ടാൾക്കും പോകാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാനും സലാമും ഏറ്റവും പുറകിലിരുന്നു. സലാമിന്റെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ പുലർച്ചയ്ക്ക് പോകും, കണ്ണൂര് കടപ്പുറത്ത് നിന്നൊക്കെ മീൻ എടുത്ത് വരും. ഒരു 10-11 മണിയാകുമ്പോൾ മീൻ വിറ്റ് കഴിഞ്ഞാൽ ഫുൾ ക്രിക്കറ്റ് കളിയും റെസ്റ്റുമാണ്. കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളും കുടുംബമൊക്കെ ഉണ്ട്, റെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ പിന്നെ മാറ്റങ്ങളെ പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അല്ലടാ നീ ഇത്രയും കാലമായിട്ട്, ഞാൻ എത്ര നാൾ മുതൽ നമ്മൾ കാണുന്നതാണ്, പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം, ഇപ്പം ക്രിക്കറ്റ് കളിയോടൊന്നും ഒരു ആവേശക്കുറവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, വേറെ എന്താടാ ചെറിയ പണിയും ചെയ്താൽ കാക്കൂടത്താണ് എന്റെ അളിയൻ വന്നിട്ട് ഇങ്ങനെ ഒരു അവസരത്തെ പറ്റി പറഞ്ഞത്. അപ്പൊ എന്തായാലും ഒന്ന് കേട്ടു നോക്കാന്ന് വന്ന് പറഞ്ഞു. കുറെ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്, ഒന്ന് കേട്ടു നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു മുബീൻ മുഹമ്മദ് വരുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, വലിയ കോടീശ്വരനാണ്. നമുക്ക് അയാളെ വാക്ക് നല്ല പവർഫുൾ വേർഡ്സ് ആണെന്നൊക്കെ അവൻ പറഞ്ഞു. നമുക്കൊന്ന് വാക്ക് കേട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാനന്ന് ആ പ്രോഗ്രാമിൽ കയറുന്ന സമയത്ത് MS പ്രസാദ് സാർ, നമ്മളിന്ന് വളരെ അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ്, സൺ ഇന്റർനാഷണൽ ടീമിന്റെ ഫൗണ്ടർ ഡിസ്ട്രിബ്യൂട്ടർ ആണ് MS പ്രസാദ് സാർ. അദ്ദേഹം വന്ന് ജസ്റ്റ് ITC ആയിട്ട് വേദിയിൽ കയറുന്നേ ഉള്ളൂ. അന്ന് നമ്മൾ ഇന്ന് വളരെ സ്നേഹത്തോടെ, ഇന്നിപ്പോ നിങ്ങളുടെ ഓർഗനൈസേഷനിലെ ഗ്രേറ്റ് അപ്ലൈൻ ലീഡർ ആയിട്ട് സത്യം മാഷൊക്കെ കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ ആണ്, സോമകുമാർ സാർ കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ ആണ്. എനിക്ക് തോന്നുന്നു ശ്രീജിത്ത് സാറും NTC ആണോ അല്ല CTC ആണോ കൺഫ്യൂഷൻ ഉണ്ട്. ആ ഒരു സമയത്താണ് ആ ഒരു പ്രോഗ്രാമില് ഞങ്ങള് പുറകിലിരിക്കുന്നത്. എനിക്കതിപ്പം ഇങ്ങനെ ക്ലിയറോട് പറയാൻ പറ്റുന്നത്, അന്നത്തെ ആ ഒരു റാങ്കിന്റെ ഇത് വലിപ്പമൊന്നും അറിയില്ല, പക്ഷെ അന്ന് ITC ആയിട്ടാണ് ഞാൻ ഈ വേദിയിൽ കയറുന്നുള്ള റിപ്പീറ്റേഷൻ പ്രസാദ് സാർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പുറകിലിരുന്നു. അപ്പൊ ഇവരോരോ കഥകൾ, ഇങ്ങനെ കാര്യങ്ങള്, BMW കാര്യങ്ങള്, ബെൻസിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പറയുമ്പം ഈ സലാം എന്റെ തൊടയിൽ ഇങ്ങനെ, ഞങ്ങൾ അടുത്തടുത്ത് തൊടയിൽ ഇങ്ങനെ അടിച്ചിട്ട്, നമ്മൾ കൂടുതൽ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സലാം ഇങ്ങനെ ഇവരുടെ കാറുകളെ പറ്റിയൊക്കെ പറയുമ്പം തൊടയിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു, എടാ ഇതൊക്കെ വെറും തട്ടിപ്പാണ്, വാടകയ്ക്ക് വണ്ടി എടുത്തിട്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്, എനിക്ക് വല്ല ഭ്രാന്തുണ്ട്, നമുക്ക് മുബീൻ സാറിന്റെ വാക്ക് കേട്ടിട്ട് നമുക്ക് വേഗം സ്ഥലം വിട്ടേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇത് സംസാരവും പ്രോഗ്രാം മുന്നോട്ട് പോയി. ഉച്ചയാകുന്നവരെ മുബീൻ സാർ വന്നില്ല. അപ്പൊ ഉച്ചവരെ ബാക്കിയുള്ള ലീഡേഴ്സിന്റെ വാക്കുകളൊക്കെ കേട്ടു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വേണ്ടി പോയി അവിടെ നിന്ന് ബിരിയാണി കഴിച്ച് തിരിച്ചു വന്നതിന് ശേഷം മുബീൻ സാറിന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നോമിനേഷന്റെ സാധ്യതകൾ മുബീൻ സാർ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇന്ന് ഏത് മേഖലയിലാണ് 3 തലമുറയെ സംരക്ഷിക്കാൻ പറ്റുന്നത്,
അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എനിക്കറിയുന്നത് ഒരു കാര്യമാണ്, ഒരു പട്ടാളക്കാരൻ നാളെ ഈ ലോകം വിട്ടു പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫോർ നോമിനിക്ക് ആ പെൻഷൻ കിട്ടുന്ന പെൻഷന്റെ 50% കുറച്ച് നാൾ കിട്ടും, പിന്നെ അത് 30% മാറും. അപ്പോ ഒരു 30,000 പെൻഷൻ വാങ്ങുന്ന ഒരു പട്ടാളക്കാരന് അതിന്റെ 50% എന്ന് പറഞ്ഞാൽ 15,000 രൂപയായിരിക്കും പെൻഷൻ. അപ്പോ അത് കഴിഞ്ഞ് പുള്ളി അത് ഞാൻ പിന്നോട് പറഞ്ഞു 30%-ലേക്ക് മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നത് എത്ര കിട്ടും. നാളെ ആ പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടു പോയാൽ അവരുടെ മക്കളിലേക്ക് ഗവൺമെന്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മളല്ല ഇന്നിപ്പോ ഞാൻ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തു, നമ്മൾ ഇത്രയും ഉയർന്ന ഒരു മേഖലയിൽ അല്ലെങ്കിൽ നല്ലൊരു ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്തിട്ട് പോയി മൂന്നാമത് അതായത് അവരുടെ മക്കൾക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ ആ ഒരു പ്രവർത്തന മേഖലയുടെ വലിപ്പം ഞാൻ ഏകദേശം അന്ന് മനസ്സിലാക്കി. കാരണം വെച്ചാൽ ഇപ്പൊ ഞാൻ പ്രവർത്തിക്കാൻ പോകുന്ന പ്രവർത്തന മേഖലയും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 തലമുറയെ സംരക്ഷിക്കുന്ന ഒരു മേഖല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതെന്നെ ഉള്ളിൽ നമുക്ക് ഒരു സ്പാർക്ക് ഉണ്ടാകും, നമ്മളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കുറെ എക്സ്പീരിയൻസും വരുമാനമൊക്കെ പറഞ്ഞു, അതൊന്നും അന്ന് എന്റെ ചെവിക്കൊണ്ടില്ല, ഞാൻ അങ്ങനെ കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സൺ ഇന്റർനാഷണൽ ടീമിലെ ആഴ്ച വരുമാനം 2,10,000 വാങ്ങിയ ലീഡേഴ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അടുത്തത്. അന്ന് 10-22 അല്ലെങ്കിൽ 28 ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ആ ലീഡേഴ്സ് ഒക്കെ വേദിയിലേക്ക് കടന്നു വന്നു, അവരുടെ എക്സ്പീരിയൻസുകൾ പറഞ്ഞുകൊണ്ട് വെക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഉടക്കിയത് ഒരു പട്ടാളക്കാരനെയായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡയറക്ട് സെല്ലിംഗിൽ യാതൊരു മുൻപരിചയം ഇല്ലാതെ വന്ന് ഇന്ന് സൺ ഇന്റർനാഷണൽ ടീമിൽ തന്നെ തന്റേതായ ഒരു വ്യക്തിത്വത്തിലൂടെ അതിശക്തമായി ഇന്ന് WTC റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെൽ ക്വാളിഫൈഡ് ആണ്, MBA പഠിച്ച ആളാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് കാനഡയിലേക്ക് പോകാൻ IELTS എക്സാം ഒക്കെ പാസ്സായി കാനഡയിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ ഒരു മേഖലയിലേക്ക് യാദർശികമായി കടന്നു വരികയും ഇതിനെ പഠിച്ച് മനസ്സിലാക്കി ഏറ്റെടുത്ത് ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു പക്ഷേ SIT-യിൽ പ്രസാദ് സാർ, സോമകുമാർ സത്യമാഷ് കഴിഞ്ഞാൽ 4ാമത്തെ സീലിംഗ് അച്ചീവറും കൂടിയാണ് അദ്ദേഹം. പക്ഷെ ഇത്ര ശക്തമായി ബിസിനസ് ചെയ്യുന്ന ആ വ്യക്തിയുടെ വാക്കുകളാണ് എന്നെ ശരിക്കും പറഞ്ഞ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ അല്ലെ മുൻപോട്ട് വരാൻ പ്രേരിപ്പിച്ച ഒരു പോയിന്റ്. ഒരു പട്ടാളക്കാരന് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട്? ഞാൻ എന്നോട് തന്നെ ചോദിച്ചാണ്, മുരളി, ബിജോഷ് മാത്യുവിന് അത് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് സാധിക്കും? അപ്പോൾ ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയ ലീഡേഴ്സിന്, ആ പ്രോഗ്രാം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയ ലീഡേഴ്സിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ബിജോഷ് മാത്യു സാറിന്റെ വീടൊന്ന് വിസിറ്റ് ചെയ്യണം. അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്തു. 2019 ജനുവരി മാസം 8-ാം തീയതി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാമിൽ അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അപ്പൊ ആദ്യം തന്നെ ചോദിച്ചത്, ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ തന്നു, വിളിച്ചു. 3-4 പേര് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്ററായ സഞ്ജു സോമൻ സാറ് വെറും 10 മാസം കൊണ്ടൊക്കെ സീലിംഗ് അടിച്ചൊരു വ്യക്തിയാണ്. പിന്നെ ബിനോയ് ജെയിംസ് സാറ്, അൻസാരി, മനോജ് എന്ന് പറഞ്ഞ 3-4 ലീഡേഴ്സ് വന്നു. അപ്പൊ അവരെ കൂടെ എത്തും. പക്ഷെ ഇവരെ ആരും എനിക്ക് ഇതിനു മുൻപ് മുൻപരിചയമില്ല. ഞാൻ ബിജോയ് സാറിനോട് എടുത്തു, സാറേ നിങ്ങളൊരു പട്ടാളക്കാരനാണ്, ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, ഇതെല്ലാം നിങ്ങൾ അവിടെ വിളിച്ചു പറഞ്ഞത് ഇതെല്ലാം കിട്ടുമോ, ഇതെല്ലാം കിട്ടിയതാണോ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് കാണിച്ചു തരും. എനിക്ക് വിശ്വാസമില്ലാതെ ചെയ്യാൻ പാടില്ല. ഞാനൊരു 10-15 ലക്ഷം രൂപ മാറ്റി വെച്ചൊരു ഫാം ഹൗസ് ചെയ്യാൻ പോകുന്ന ഒരു പട്ടാളക്കാരനാണ്. നിങ്ങൾക്കറിയാലോ ഒരു പട്ടാളക്കാരന്റെ അവസ്ഥ. കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അല്ലെ പട്ടാളത്തിൽ സർവീസ് ചെയ്ത് കിട്ടിയ വരുമാനം കൊണ്ട് പിന്നെയും ലൈഫ് സെറ്റിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് റിട്ടയർമെന്റിന് ശേഷം വേറെ ഒരു ജോലിയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് ആർമി കോട്ടകളൊന്നും കേരളത്തിലില്ല. മറ്റുള്ള സംസ്ഥാനത്താണെങ്കിൽ പട്ടാളക്കാർക്ക് കോട്ടകളൊക്കെ ഉണ്ട്. ഇവിടെ അതിലില്ല. അല്ലാതെ തന്നെ നല്ലോണം പഠിച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് പോലും ഇവിടെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അന്നേരം പട്ടാളക്കാർക്ക് പിന്നെ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ പ്രൈവറ്റ് ആയിട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് അതിന് പോകാൻ താല്പര്യമില്ല സാറേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖലയിൽ. സാറിന്റെ ഈ ഒരു വാക്കുകൾ കേട്ടപ്പോൾ എന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഇത് കിട്ടുകയാണെങ്കിൽ എനിക്കത് കാണിച്ചു തരണം. അങ്ങനെ അദ്ദേഹം എന്നെ 2 വീടുണ്ട്. അദ്ദേഹത്തിന്റെ ചേട്ടൻ ഗൾഫിലായതുകൊണ്ട് ആ വീട്ടിലേക്ക് ഒഴിഞ്ഞ വീടായതുകൊണ്ട് അവിടെ ഇരുന്നാണ് സംസാരം. അദ്ദേഹം തൊട്ടപ്പുറത്ത് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി പാസ്ബുക്കൊക്കെ എന്നെ കാണിച്ചു തന്നു. 450 മുതൽ കിട്ടിയ വരുമാനം 2,10,000 വരെ കിട്ടിയ വരുമാനത്തിന്റെ പാസ്ബുക്കിൽ എൻട്രി ചെയ്ത് പുള്ളി എന്നെ കാണിച്ചു തന്നു. ഒരു പട്ടാളക്കാരുടെ വാക്കിൽ തന്നെ നമുക്ക് വിശ്വാസമാണ്. എന്നാൽ പോലും നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ ഒരു സംശയം ഉണ്ടാവും, എടാ ഇതെല്ലാം ശരി തന്നെയാണോ, ഇതെല്ലാം നടക്കുമോ എന്നുള്ള ഒരു ചെറിയൊരു നമ്മളല്ല. ഇപ്പം 90% നമ്മൾ ഈ നമ്മളെ ഒരു സോപ്പിന്റെ ഒക്കെ പരസ്യം പറഞ്ഞു കഴിഞ്ഞാൽ 99% കീടാണുക്കൾ പോയാലും ഒരു കീടാണു അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പരസ്യം പറയുമ്പോൾ കാണാറുണ്ട്. ശരിയാന്ന് 100% ക്ലീൻ ആവില്ല എന്ന് എല്ലാവരും പറയാം. എന്റെ ഉള്ളിൽ ചെറിയൊരു ഉടക്ക് ഉണ്ടായിരുന്നു. അതെന്താല് ഇത് ശരിയാണോ എന്ന്. അപ്പോഴാണ് ആ
പ്രൂഫ് അയാൾ കാണിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, സാർ എങ്ങനെ ഇത് സാധിക്കും? പുള്ളി പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവരോടും എനിക്കും ചോദിക്കാനുള്ള ചോദ്യമാണ്, നമ്മളെല്ലാം ഇത്രയും കാലങ്ങളായിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എവിടുന്ന് വാങ്ങും? ഇതേ ചോദ്യം എന്നോട് ചോദിച്ചു, സാറിന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എവിടുന്നാ വാങ്ങും? ഞാൻ പറഞ്ഞു, കണ്ണൂർ ക്യാൻറ്റീനിൽ നിന്നാണ് വാങ്ങുന്നത്. എന്താണ് ഗുണം? ഞാൻ പറഞ്ഞു, പുറത്ത് കിട്ടുന്നതിനേക്കാളും വില കുറച്ച് കിട്ടും. വേറെ എന്താണ് ഗുണം? ഞാൻ പറഞ്ഞു, വേറെ ഒരു ഗുണവും ഇല്ലാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇതേ കാര്യങ്ങളൊക്കെ, ഇതേ ഉൽപ്പന്നങ്ങളൊക്കെ അവിടെ ക്യാൻറ്റീനിൽ കിട്ടുന്ന എല്ലാം ഒന്നും ഇവിടെ കിട്ടില്ല, പക്ഷെ ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും സാറിന് ഇവിടെ വില കുറച്ച് കിട്ടും. അത് കൂടാതെ ID രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞാൽ ആ വാങ്ങുന്ന സാധനത്തിന്റെ ഒരു ലാഭവിഹിതം തിരിച്ച് സാറിന്റെ അക്കൗണ്ടിലേക്ക് വരും. സാർ ഇപ്പൊ ഒരു മാസം എത്ര രൂപയുടെ സാധനം മേടിക്കും ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, 5000 രൂപയുടെ സാധനം ഞാൻ എന്റെ വീട്ടിലേക്ക് വാങ്ങാറുണ്ട്. അത് എല്ലാ സാധനങ്ങളും, ചിലപ്പം ലിക്വറൊക്കെ എന്റെ കൂടെ ഉണ്ട്, അതിൽ ചേർത്ത് ഒരു 5000 രൂപയുടെ സാധനം മേടിക്കും. അപ്പൊ ആ പുള്ളി പറഞ്ഞ പ്രകാരമാണെങ്കിൽ എനിക്ക് ഈ ബിസിനസ്സിൽ ലിക്വറൊന്നും ഇല്ല, പക്ഷെ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിയാലും 450 രൂപ അതിന്റെ ബിസിനസ് പോലെ തന്നെ 450 രൂപ എന്റെ അക്കൗണ്ടിൽ കിട്ടേണ്ടതാണ്. പക്ഷെ ഇവിടെ അത് കിട്ടുന്നില്ല. അന്നേരമാണ് പുള്ളി പറഞ്ഞത്, സാറേ ഞാൻ ഇത് തന്നെയാ ചെയ്ത്, ഞാൻ ഉപയോഗിച്ചു, എനിക്ക് നല്ലതാന്ന് തോന്നിയപ്പോ എന്റെ ബന്ധുക്കളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്തു. എനിക്ക് എന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരന്മാർ ഒരുപാട് ആൾക്കാരുണ്ട്, എന്റെ വൈഫിന്റെ റിലേറ്റീവ്സ് ബന്ധങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്തു, എന്റെ കൂടെ പട്ടാളത്തിലുള്ള ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്തു. അങ്ങനെ ഈ പ്രൊഡക്റ്റുകളൊക്കെ കൊടുത്തപ്പോ അവർക്ക് കിട്ടിയ റിസൾട്ട് അവർ പിന്നെയും ചോദിച്ചു വരാൻ തുടങ്ങി. ഇന്ന് എന്റെ കൂടെ 10-20,000 ആൾക്കാർ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്. അവര് വാങ്ങുന്ന അത് 1000-500 സാധനങ്ങൾ വാങ്ങിയാലും ആ നടക്കുന്ന കച്ചവടത്തിന്റെ വരുമാനമാണ് സാർ എന്റെ അക്കൗണ്ടിൽ സാറ് നേരത്തെ കണ്ട 2,10,000, 1,00,000, 50,000 എല്ലാം ആയിട്ട് കിട്ടുന്നത്. എങ്ങനെ കച്ചവടം നടക്കുന്നു അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടും. അപ്പൊ പുള്ളി അത് പറഞ്ഞു തന്നപ്പം അന്ന് എനിക്കത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, പരിപൂർണമായിട്ട് മനസ്സിലായില്ല, എന്നാലും കുറെ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ലീഡേഴ്സിന്റെ സഹായത്തോടു കൂടി ഞാൻ ലിസ്റ്റ് ഇട്ടു. ഞാൻ ഇതൊരു ബിസിനസ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അന്നൊക്കെ പെർഫോമൻസ് ഡിസ്ട്രിബ്യൂട്ടർ ലെവലുണ്ട്. 2,75,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞാൻ പെർഫോമൻസ് അടിച്ചുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അന്ന് ഞാൻ കണ്ടെത്തിയ ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ ഒരിക്കൽ നമുക്ക് വിശ്വാസമായി കഴിഞ്ഞാൽ പിന്നെ ഇടവും ബലവും നമ്മൾ ചിന്തിക്കാതെ എടുത്ത തീരുമാനത്തിന്റെ പുറകിൽ അങ്ങോട്ട് പോകും. നമുക്കത് ചെയ്യണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പിന്നെ അതിന് പുറകോട്ട് വലിയ ആവശ്യകത ഇല്ലാന്ന് എനിക്ക് തോന്നി. അങ്ങനെ 2,75,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ ഈ ബിസിനസ് പെർഫോമൻസ് അടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. എന്റെ കൂടെ ഓൺ സർവീസും റിട്ടയർമെന്റ് ആയ പട്ടാളത്തിലുള്ള ആൾക്കാരെ കാണാൻ ഞാൻ കണ്ണൂർ ജില്ല മുതൽ തിരുവനന്തപുരം വരെ പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ അവരോട് വിളിച്ചു ചോദിച്ച് വീടുകളിൽ പോയി 1.5 ആഴ്ച കൊണ്ട് ഞാൻ എന്റെ വണ്ടിയിൽ തന്നെയാണ് സാധനം വെച്ച് പോയത്. എന്റെ ലീഡേഴ്സ് ഒക്കെ എന്റെ കൂടെ വന്നു, കാരണം എനിക്ക് ഇതുവരെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ലായിരുന്നു തുടക്കത്തില്. അപ്പൊ അവരൊക്കെ കൂടെ വന്നപ്പം അവരോടൊപ്പം ചേർന്ന് വീടുകളിലൊക്കെ പോയപ്പം 1.5 ആഴ്ച കൊണ്ട് തിരിച്ചു വരുമ്പോ എന്റെ 2,75,000 രൂപയുടെ പ്രൊഡക്റ്റും തീർന്നു വന്നതാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പറഞ്ഞെടുത്ത വീടുകളിലൊക്കെ എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ 5,000, 10,000, 15,000 രൂപയുടെ സാധനങ്ങൾ എടുത്ത് ഓരോ വീടുകളിൽ അങ്ങനെ സാധനം ഫിനിഷ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. സെക്കൻഡ് മന്തിലേക്ക് ഞാൻ ആദ്യം പർച്ചേസ് ചെയ്തു. അപ്പോ സെക്കൻഡ് മന്തിൽ പിന്നെയും ഞാൻ പെർഫോമൻസ്, അങ്ങനെ കണ്ടിന്യൂ 3 മാസം പെർഫോമൻസ് ആയി. 2.5 മാസം കൊണ്ട് തന്നെ കമ്പനിയുടെ ടീം കോർഡിനേറ്റർ റാങ്കിൽ ഞാൻ എനിക്ക് എത്താൻ സാധിച്ചു. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് എന്റെ മുൻപിൽ ഒരു വ്യക്തി ആഴ്ച വരുമാനം 2,10,000, അദ്ദേഹം ഈ ബിസിനസ്സിൽ വന്ന് 10 മാസം ആവുന്നേ ഉള്ളൂ. 2,10,000 മിസ്റ്റർ സനു സോമൻ സാർ ഒരു 10 മാസം കൊണ്ട് ഈ ബിസിനസ്സിലൂടെ 2,10,000 വാങ്ങാൻ ശ്രമിച്ചു. അപ്പൊ ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ പോയപ്പോ ആദ്യത്തെ പ്രോഗ്രാം 100ഓളം സീലിംഗ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഞാൻ ആ പ്രോഗ്രാമില് ഒരു GTS ഒരു പ്രോഗ്രാമില് ഫസ്റ്റ് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയി. അവിടെ വെച്ച് എനിക്കുണ്ടായ ഒരു സ്പാർക്കാണ്, അവിടെ വെച്ച് ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഈ മേഖലയിൽ എനിക്കും നേടണം, അല്ലെ എനിക്ക് ഈ ബിസിനസ്സിലൂടെ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള തോന്നലുണ്ടാക്കിയത്. കാരണം പല ആൾക്കാരും പല ഇവന്റിലേക്ക് പോകുമ്പോൾ നമ്മളോട് പറയും, ഈ ബിസിനസ്സിൽ പറയുന്നുണ്ട് നമ്മൾ GTS അറ്റൻഡ് ചെയ്യണം, FSS അറ്റൻഡ് ചെയ്യണം, പ്രൊഡക്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരോ ഇവന്റിലേക്കും പോകണം. പക്ഷെ ഞാൻ പറയട്ടെ, എല്ലാവർക്കും അങ്ങനെയാണെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആർക്കാണോ ഈ ബിസിനസ് മൈൻഡുള്ള ആൾക്കാർ, നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ബിസിനസ് മൈൻഡിലുള്ള ഒരാൾക്കാർക്ക് ആ ഒരു മേഖലയിലേക്ക് എത്തണമെങ്കിൽ, ആ ബിസിനസ് മൈൻഡുള്ള ആൾക്കാർ പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ഇവന്റിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഇരുത്താൻ നമ്മൾ മനസ്സ് കാണിക്കണം. അവര് പ്രോപ്പർ ചാനൽ വഴി നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ ചാനൽ വഴി എത്തുമ്പോൾ നമ്മൾ ആ ഇവന്റ് മിക്സ് ആയി വലിയ വലിയ ഇവന്റുകൾ, ഇപ്പൊ സൺഷൈൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞു, അതുപോലെ തന്നെ കമ്പനി വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തൃശ്ശൂർ വെച്ച്, ആ പ്രോഗ്രാം ഇതൊക്കെ വർഷങ്ങൾക്ക് ശേഷം വരുന്നതാണ്. ഞാൻ 2019 എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയതായിരുന്നു ടേക്ക് ഓഫ് പോലുള്ള ഇവന്റുകൾ 15,000 ആൾക്കാർ പങ്കെടുത്ത കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ അവിടെ 15,000 ആൾക്കാർ വന്ന പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഞാൻ സെക്കൻഡ് ടൈമിൽ മുബീൻ മുഹമ്മദ് സാറിനെ കാണുന്നത്.
അപ്പൊ മുബീൻ മുഹമ്മദ് സാറിന് മാത്രമല്ല കമ്പനി മാനേജ്മെന്റ്, കമ്പനിയുടെ പിന്നെ ടീമംഗങ്ങളെ മൊത്തം കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി വിശ്വാസം കൂടി. അങ്ങനെ ഒരു ഈവന്റിൽ പെർഫോമൻസ് അടിച്ച് 3 പ്രാവശ്യം പെർഫോമൻസ് അടിച്ച് സ്റ്റേജിലൊക്കെ എനിക്ക് മെഡലൊക്കെ വാങ്ങിയപ്പോൾ ഞാൻ ആ സ്റ്റേജിൽ കയറി 4 പാടം നോക്കുമ്പോൾ ഞാൻ ഇതുവരെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലോ ക്രിക്കറ്റ് ഗ്രൗണ്ടിലോ സ്റ്റേഡിയത്തിൽ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ ഗ്രൗണ്ടിൽ നിന്ന് നമ്മളെ ചുറ്റുപാടും നോക്കുമ്പോൾ നമ്മളെല്ലാവരും നോക്കുന്ന ഒരു പ്രതീതി അവിടെ വെച്ച് നമുക്ക് വളരെ എന്താ പറയുക അഭിമാനത്തോടു കൂടി ആ ഒരു കാഴ്ച കാണാൻ സാധിച്ചു. അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഓരോരോ കാര്യങ്ങൾ അത് എന്റേതായി തോന്നിക്കൊണ്ട് ടാസ്ക് ആയിട്ട് നമ്മളത് ഏറ്റെടുക്കാൻ തയ്യാറായി. അങ്ങനെ 2019 മുന്നോട്ട് പോയി DTC ZTC റാങ്ക് വരെ ആയപ്പോൾ കോവിഡ് വന്നപ്പോ ഒറ്റ വർഷം കൊണ്ട് തന്നെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ്മെന്റ് ഉണ്ടാക്കി. കോവിഡ് വന്നു. 2020 കോവിഡ് വന്നപ്പോൾ എന്റെ കയ്യിലാണ് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടും വിശ്വാസത്തോടു കൂടി കണ്ട ഒരു വ്യക്തിയാണ് ബിജോഷ് മാത്യു സാറ്. ആ വ്യക്തിനോട് തന്നെ എല്ലാ കാര്യം ഇന്നും ഞാൻ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും ചോദിച്ചു എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് മാത്രമേ എന്റെ എന്ത് ഇവന്റ്സുകൾ എന്ത് പുതിയ സ്റ്റെപ്പ് എന്ത് ഞാൻ വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ സാറിനെ വിളിക്കും. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലീഡേഴ്സ് തലത്തിൽ കൊണ്ടുപോകാൻ എനിക്ക് ഇന്നും സാധിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ബിജോഷ് മാത്യു സാറിനോട് ഞാൻ ചോദിച്ചു, സാർ എന്താ ചെയ്യും, ഇത്രയും പ്രൊഡക്റ്റ് ഉണ്ട്. അന്നേരം അദ്ദേഹം പറഞ്ഞു, സോറി സമയം നിങ്ങളോട് പറയാൻ വെച്ചാൽ ഒരുപാട് സമയം പോകുന്ന എനിക്ക് തോന്നുന്നു. സാറേ സമയത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കറിയാം വിലപ്പെട്ട, ഞാൻ തുടക്കത്തിലെ പറഞ്ഞ സമയമാണ് ഇമ്പോർട്ടന്റ്. പല ആൾക്കാരും രാവിലെ 6 മണി മുതൽ നിൽക്കുന്നതാണ്. ഒരു വെബ്സൈൽ പ്ലാറ്റ്ഫോമിൽ ഇത്ര സമയം നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല ആൾക്കാരും പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് പോലും ഉണ്ടാവും. ഇനി എന്നാലും ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ ആ ബിജോഷ് മാത്യു സാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യം അന്ന് എന്നോട് പറഞ്ഞു. സാറെ സൂം എന്നൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ വന്നിട്ട് കാലങ്ങളായിട്ടുണ്ട്, സാർ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യും, അതിന് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യും. അത് എങ്ങനെയാണ് ഞാൻ സാറിന് പറഞ്ഞു തരാം. അങ്ങനെ ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തു, മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തു. എന്റെ അപ്ലൈൻ ലീഡർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കില്ല. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പം പുള്ളി അത് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, നേരെ ആ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തു. അങ്ങനെ ആദ്യം എന്റെ ടീമിലേക്ക് ഞാനത് ലിങ്ക് ഷെയർ ചെയ്തു. 1-2 ആൾക്കാരാണ് ആദ്യത്തെ 3-4 ദിവസം കയറിയത്. ഡെയിലി ലിങ്ക് ഇടും അത്. എന്നിട്ട് ഞാൻ അവരോട് എത്തുന്നു. അവൻ കൊറോണ വന്ന എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക്ഡൌണിൽ നിൽക്കുന്ന സമയത്ത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നപ്പോ ഈ ഒരു മീറ്റിംഗ് ആയി പോകുമ്പോൾ ആര് എങ്ങനെ സമീപിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഈ ഒരു ലിങ്ക് ഇട്ട് 4-5 ദിവസം കഴിയുമ്പോൾ പതിയെ ലീഡേഴ്സ് കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി ഓരോരോ പ്രൊഡക്റ്റിനെ പറ്റി അതിന്റെ അകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. എനിക്ക് വളരെ അഭിമാനം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ 6 മണിക്ക് ഈ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗ്രൂപ്പിൽ അവരുടെ സെൽഫ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഓരോ ലീഡേഴ്സ് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. എല്ലാവരും മുൻപോട്ട് വരിക, എല്ലാവരും സംസാരിക്കാൻ പറയുക, എല്ലാവരും പ്രൊഡക്റ്റിനെ കിട്ടിയ റിസൾട്ടും പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും എനിക്കും അങ്ങനെ പറയണം എന്നുള്ളൊരു പ്രചോദനമാവും. അപ്പം തുടർന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോയ സമയത്ത് തന്നെ ടീം പതിയെ കൂടി. അങ്ങനെ 2020 കംപ്ലീറ്റ് ആയി. ഇപ്പോൾ അത്യാവശ്യം സൂം മീറ്റിംഗിലൂടെ ഞങ്ങൾ 100 പേരിൽ നിന്ന് 500 പേരിന്റെ പേയ്മെന്റ് ലിങ്കിലൂടെ 500 പേരിലേക്ക് വരെ എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ഒക്കെ എന്റെ കൂടെ സപ്പോർട്ടായി വന്നു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ 2021 സംഭവിച്ച ഒരു മാറ്റം ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സൂം മീറ്റിംഗുകൾ നടത്തി ടീം കയറിയപ്പോൾ 2021 എന്റെ ടീമിൽ അന്ന് ബിജോഷ് മാത്യു സാർ കഴിഞ്ഞു കഴിഞ്ഞാൽ 2,10,000 വാങ്ങിയ സനു സോമൻ എന്ന് പറഞ്ഞ വ്യക്തി അല്ലാതെ വേറെ ഒരാളില്ല. എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി പറയുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്, 2,10,000 കിട്ടിയിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നെ. അപ്പൊ കാണിച്ചു തരാൻ ആളില്ല. അപ്പൊ നമ്മൾ ടീമിനെ വിളിച്ചു കൂട്ടി. അപ്പം പറഞ്ഞു, നമ്മൾ ഒരു പ്ലാനിങ്ങുമായിട്ടാണ് നിങ്ങൾ മുമ്പിൽ നിന്ന്. മുരളീധരൻ സാറിന് എത്രയും പെട്ടെന്ന് 2,10,000 അടുപ്പിക്കാനുള്ള അച്ചീവ്മെന്റിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാനിങ് ആണ്. അപ്പൊ അവര് അതിന് പ്രോപ്പർ ആയിട്ട് ഒരു 10 ദിവസത്തെ ഒരു വർക്കിംഗ് പ്ലാനിങ് ഉണ്ടാക്കി. 7 ദിവസം അതിശക്തമായ വർക്ക് ഫീൽഡിൽ ചെയ്തു. 3 ദിവസത്തെ പേപ്പർ വർക്ക് കൊണ്ട് വെറും 10 ദിവസം പ്ലാനിങ്ങിലൂടെ 2021 സെപ്റ്റംബർ മാസം 17-ാം തീയതി കമ്പനിയുടെ 427ാമത്തെ വീക്കില് 2,10,000, അതായത് കമ്പനിയുടെ അതായത് സൺ ഇന്റർനാഷണൽ ടീമിലെ 67ാമത്തെ സീലിംഗ് അച്ചീവറായിട്ട് എനിക്ക് മാറാൻ സാധിച്ചു. ഞാൻ മാത്രമല്ല, എന്നെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തി ബിനോ ജെയിംസ് സാറിനും അതേ ദിവസം തന്നെ ഞങ്ങൾ 2 പേർക്കും 2,10,000 ആ ഒരു ദിവസം ലഭിക്കേണ്ടത്. ഞാൻ പറഞ്ഞ ഒറ്റൊരു കാര്യമുള്ളൂ, നമ്മൾ ഏത് മേഖലയിൽ ഇന്ന് ഇത്രയും നാൾ പ്രവർത്തിച്ചു വന്നതിനുപരി നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഞാൻ പറയട്ടെ, ഈ ഒരു അവസരം കേട്ടത് ഞാൻ ഒറ്റയ്ക്കാണ്. ഈ അവസരം കേട്ട് ഞാൻ മുതലാണ് എന്റെ ടീം തുടങ്ങിയത്. അപ്പൊ എന്റെ ടീമിനെ വളർത്തേണ്ട പരിപൂർണ്ണ ഉത്തരവാദിത്വം എന്റേതാണ്. എങ്ങനെ നമ്മളെ കൂടെ വന്ന ഓരോ ആൾക്കാരും ഒരു ഉത്തരവാദിത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ 100% ലക്ഷ്യത്തിലേക്ക് എത്തും. നമ്മൾ മറ്റുള്ളവരെയാണ് നോക്കുന്നത്. ആ ലീഡർ വന്നിട്ട് അത് ചെയ്തതാ, ഈ ലീഡർ വന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം. പക്ഷെ നമ്മളെ കഴിവ് എവിടെ? നമ്മളെ കഴിവ് ഉള്ളിൽ ഒളിച്ചു വെക്കുകയാണ്.
അപ്പൊ ആ കഴിവിന് ഒരുപക്ഷെ നമ്മുടെ അപ്ലൈൻ ലീഡറിനേക്കാൾ ഒരുപാട് കഴിവ് നമുക്കുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ അപ്ലൈൻ ലീഡറിന്റെ കഴിവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നാളെ നമ്മൾക്ക് ഈ മേഖലയിൽ വിജയ സാധ്യത കുറവാണ്. അപ്ലൈൻ ലീഡറിന്റെ വാക്കുകൾ കേട്ട് നമ്മൾ സഞ്ചരിക്കുക, പക്ഷെ തീവ്രമായ രീതിയിൽ പ്രവർത്തിക്കുക. തീവ്രമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, എല്ലാവർക്കും ബിസിനസ്സിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്ലൈൻ ലീഡറിന്റെ വരുമാനം കിട്ടിയാൽ അവരുടെ അക്കൗണ്ടിൽ കിട്ടിയാൽ അവരുടെ കുടുംബം രക്ഷപ്പെടും. അവർ കൂടെ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവര് ടീമിലേക്ക് ഇറങ്ങി വരും. പക്ഷെ നമ്മൾക്ക് വരുമാനം കിട്ടിയാലും നമ്മളെ കുടുംബം രക്ഷപ്പെടും. നമുക്ക് വരുമാനം കിട്ടുമെങ്കിൽ എന്താ, നമ്മുടെ ടീമിലേക്ക് നമ്മൾ ഇറങ്ങി ചെയ്യണം, സെലക്ഷൻ ചെയ്യണം. നമ്മുടെ ടീമിൽ എത്ര ആൾക്കാർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ അവരെ ഫോക്കസ് ചെയ്യണം. ആരും വിട്ടുകളയരുത്. നമ്മളെ വിശ്വസിച്ച് ഒരാൾ ഈ ബിസിനസ്സിൽ വന്നില്ലെങ്കിൽ ഒരാളെ പോലും വിട്ടുകളയാതെ നല്ല രീതിയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ പഠിപ്പിക്കുക. പഠിക്കാൻ അവരെ അറിയാത്ത ആൾക്കാർ ഒരു കാലത്തും കുറ്റപ്പെടുത്തി പറയാൻ നിങ്ങൾ നിൽക്കരുത്. അവർ ആ സാഹചര്യം മൂലമായിരിക്കും ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റാതെ. പക്ഷെ അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുക. പഠിക്കുന്ന ആൾക്കാരോ അവർക്ക് കണ്ടിന്യൂ ട്രെയിനിങ്ങും പ്രോഗ്രാമും എടുക്കേണ്ട വിധം കൊടുക്കുക. അങ്ങനെ GTSഉം പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ ഇന്ന് രാവിലെ ഞാനതാ പറഞ്ഞത്, വളരെ സന്തോഷമുള്ള ഒരു കാര്യം. എല്ലാവരും അവരുടെ പേര് വെളിപ്പെടുത്തുന്നത്. പല ടീമിലും ഞാൻ മീറ്റിംഗുമായിട്ട് പോകുമ്പോൾ ഒരാൾ പോലും അവരുടെ പേരോ കാര്യങ്ങളോ വെളിപ്പെടുത്താതെ മിണ്ടാതെ MC ആൾക്കാർ മാത്രം സംസാരിക്കുന്ന, ബാക്കി ആൾക്കാർ സംസാരിക്കാത്ത സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ ഈ കഴിവുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു ലീഡേഴ്സ് ക്രിയേഷൻ നടത്തും. പറയാൻ ഒത്തിരി ഉണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതി മൂലമാണ് ഞാൻ മാക്സിമം 7:30ക്കുള്ളിൽ ഞാൻ ഇത് എന്റെ വാക്കുകൾ ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഇപ്പൊ 7:22 ആയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഡിയർ ഫ്രണ്ട്സ്, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് സൺ ഇന്റർനാഷണൽ ടീമിൽ ഒരാൾ വിശ്വാസം അർപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരാളും ഈ ബിസിനസ്സിൽ ഈ ഒരു മേഖലയിൽ പരാജയപ്പെട്ടു പോകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്റെ ടീം നിങ്ങളുടെ ടീം എന്നതിലുപരി നമ്മളെല്ലാവരും, ഒരാൾ പോലും പറയാം ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ ചെയ്തിട്ട് പരാജയപ്പെട്ടില്ല, ഞാൻ സൺ ഇന്റർനാഷണൽ ടീമിൽ വന്നിട്ട് പരാജയപ്പെട്ടില്ല, ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്ന് ആത്മാർത്ഥത്തോട് പറയുമ്പോൾ അത് എവിടെ ഏത് കോണിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു സന്തോഷമാണ്. നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്ന മേഖല നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ശരിക്കും പറഞ്ഞാല് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പം ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണോ ഞാൻ ഇന്ന് വരെ ആഗ്രഹിച്ചത് അതൊക്കെ നേടിയിട്ട് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 2 വാഹനങ്ങൾ ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റി. ഞാൻ ആദ്യം എന്റെ ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഒരു മഹീന്ദ്ര XUV 500 ഉണ്ടായിരുന്നു. അതിനുശേഷം അതുകൊണ്ട് ഞാൻ ഏകദേശം 2,60,000 കിലോമീറ്റർ ഓടി. ആ വാഹനത്തിന് പിന്നെ കണക്ഷൻ നമുക്കറിയാലോ, ഓട്ടം കൂടുമ്പം ഡീസല് നമുക്ക് ചെലവ് വരും. അപ്പൊ ഞാനൊരു ടിയാഗോയുടെ EV 12.25 ലക്ഷത്തിന് ഞാൻ ആ വണ്ടി എടുത്തു. അതുകൊണ്ട് ഞാൻ ആന്ധ്ര വരെ പോയിട്ടുണ്ട്. എല്ലാവർക്കും അതിശയാണ്, നീ എങ്ങനെ ഒറ്റയ്ക്ക് പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ടെക്നോളജിയുടെ സാധ്യത നമ്മൾ മനസ്സിലാക്കുക. എല്ലാ സ്ഥലങ്ങളും പോകുമ്പോൾ നമുക്ക് ചാർജിങ് സ്റ്റേഷന്റെ ലൊക്കേഷൻ കിട്ടുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ചാർജ് ചെയ്തുകൊണ്ട് പോകാം. നമ്മൾ റിസ്ക് എടുക്കാതെ ജീവിതത്തിലൊന്നും ആവില്ല. അപ്പൊ അവിടെ പോകുമ്പോൾ കറണ്ട് ഉണ്ടാവില്ലേമോ, അല്ലെ ഇപ്പൊ നമ്മളവിടെ പോകുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റൂലേമോ, ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അവിടെ പോകുന്ന നോക്കുക, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും. അങ്ങനെ അതുകൊണ്ട് ഓടി 75,000 കിലോമീറ്റർ ഓടിയപ്പം എനിക്ക് തോന്നി അതിൽ എനിക്ക് എന്റെ സമയം വേസ്റ്റ് ആണ്. കാരണം വെച്ചാല് 315 റേഞ്ച് പറഞ്ഞ വണ്ടി പതിയെ 200, 180 എത്തിയപ്പോ ഓരോ സ്ഥലങ്ങളിൽ പോയി ചാർജ്, കോഴിക്കോട് വന്ന് തിരിച്ചു പോകുമ്പോൾ തന്നെ ഞാൻ 1.5 മണിക്കൂർ ചാർജ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ആ 2 വർഷത്തിൽ ആ വണ്ടിയാണ് ഇപ്പൊ നെക്സോണിന്റെ ഡാർക്ക് എഡിഷൻ വണ്ടിയാണ് ഞാനിപ്പോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 2 വർഷം കൊണ്ട് ഞാൻ പറയുന്നു, എന്നിപ്പം വരുന്ന 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ എന്റെ അടുത്ത ഇപ്പം നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റാങ്ക് മാറുമ്പോൾ തന്നെ ഞാൻ പുതിയൊരു വാഹനം എടുക്കും. കാരണം ഞാൻ എന്റെ നല്ല ശതമാനം യാത്ര, ഞാൻ കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആന്ധ്ര, തമിഴ്നാട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഞാൻ വണ്ടി ഓടിച്ചിട്ട് പോകും. എന്റെ അപ്ലൈൻ ലീഡറിനോട് ഞാൻ പറയും, എന്റെ സാറ് ബാക്കിയുള്ള ഓർഗനൈസേഷൻ സാറ് നോക്കും, അവിടെ പോകാൻ ഇപ്പം അവിടെ തമിഴ് പറയണം, അവിടെ ഹിന്ദി പറയണം. ഒരുപക്ഷെ എന്റെ കൂടെ വന്ന അപ്ലൈൻ ലീഡറിന്റെ തമിഴ് ഹിന്ദി അറിയില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വെറുതെ ഒരു കാഴ്ചക്കാരനെ പോലെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് അർത്ഥമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം എന്റെ ടീമിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിനോട് പറയും, സാർ ഇവിടെ നോക്കിക്കോ, ഞാൻ അവിടെ നോക്കും. അവിടെ പോയാൽ എന്റെ കൂടെ അവിടെ ടീമുണ്ട്, അവരുമായിട്ട് സംസാരിച്ച് അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കണ്ടിന്യൂസ് മുന്നോട്ട് പോവുകയാണ്. ഇത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, അവസരങ്ങൾ നമ്മളെ മുമ്പിൽ കിട്ടിയിട്ടുള്ളത്. ഞാൻ അന്നും പറയുന്നുണ്ട്, 1995 ഒരു ഡ്രൈവറായി നിന്ന് എന്റെ മുമ്പിലേക്ക് കിട്ടിയ ഒരു അവസരമാണ് പട്ടാളത്തിൽ പോകാനുള്ളത്. ആ ഒരു കോൾ ലെറ്റർ ആണ്. കിട്ടിയ അവസരത്തെ ഞാൻ തന്നെ പോയി അവിടെ വെസ്റ്റിഗലിൽ പോയി ഓടി, എന്റെ ശരീരത്തിൽ മെഡിക്കൽ ചെയ്തു, എന്നെ കൊണ്ട് റിട്ടേൺ ടെസ്റ്റ് എടുത്തു, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിച്ച് ഞാനാണ് സെലക്ഷൻ ആയത്. നമ്മുടെ മുമ്പിൽ കിട്ടിയ ബിസിനസ് അവസരം നമ്മൾക്കാണ്. ആ 10 ID നമ്പർ നമ്മൾക്കാണ്. അപ്പൊ നമുക്ക് കിട്ടിയ ഈ ഒരു ഐഡിയ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഇട്ടിട്ട് പോകാൻ ഒരുപാട് ആൾക്കാർ സൈക്കിൾ കുത്താൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നന്മയും തിന്മയും നമ്മുടെ ശരീരത്തിലാണ്. ഏത് കാര്യം ചെയ്യാനുള്ള നന്മ തോന്നുന്നത് നമ്മുടെ ശരീരം ഒരു ഭാഗത്തുനിന്നാണെങ്കിൽ അതേ ശരീരത്തിൽ തന്നെയാണ് തിന്മ ചെയ്യാനും നമ്മൾക്കുള്ള തോന്നുന്നത്. അപ്പൊ പോസിറ്റീവായി ചിന്തിക്കുക. നെഗറ്റീവ് വരുന്ന മേഖലയെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റും.
എല്ലാവരും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും മോട്ടിവേഷൻ കേട്ടതാണ്. അതുകൊണ്ട് മോട്ടിവേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങളോട്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഈ മേഖലയിൽ വിജയിക്കണമെങ്കിൽ കഠിനാധ്വാനം നല്ല രീതിയിൽ പണിയെടുക്കാം. ഇപ്പൊ ചെയ്യുന്ന പണീന്റെ ഫലം 10 ഇരട്ടിയായിട്ട് നമുക്ക് വരുന്ന കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കിട്ടും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നിപ്പോ ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ 2014, 15, 16 കാലഘട്ടം എങ്ങനെയാണോ SIT ഉള്ളത് അതേപോലെയാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. ആന്ധ്രയിൽ അങ്ങനെയാണുള്ളത്. പക്ഷെ വരുന്ന കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ന് കേരളം എങ്ങനെയാണോ അങ്ങനെ തമിഴ്നാടും ആന്ധ്രയും തെലുങ്കാനയും ആവും. അങ്ങനെ ആവുമ്പോ ഇന്ന് നമ്മൾ കണ്ട, ഞാൻ പറഞ്ഞില്ലേ, വളരെ ഞാൻ ആ ഒരു പ്രോഗ്രാമിൽ കണ്ടപ്പോ 10 കോടി മാച്ച് ചെയ്ത പ്രസാദ് സാർ ഇന്ന് 100 കോടിക്ക് മേലെ മാച്ച് ചെയ്തു. 100 കോടിക്ക് മേലെ മാച്ച് ചെയ്തു. അപ്പൊ ഞാനെന്ന് പറഞ്ഞ വ്യക്തി, എന്റെ ടീം അവിടെ വളരുവാണെങ്കിൽ 100 കോടിയല്ല, നമ്മുടെ 3 4 കേരളം ചേർത്ത് വെച്ചാലുള്ള ഒരു സംസ്ഥാനമാണ് ആന്ധ്ര. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാർഷിക മേഖലയിൽ നമ്മളിന്ന് കഴിക്കുന്ന അരിയൊക്കെ വരുന്നത് അവിടെ നിന്നാണ്. അങ്ങനെയുള്ള മേഖലയിൽ നമ്മൾ അഗ്രോ പ്രോഡക്റ്റിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്നെ ശ്രമിക്കുന്ന എല്ലാ ലീഡേഴ്സിനോടും എനിക്ക് ഒറ്റ കാര്യമാ പറയാനുള്ളൂ, നമ്മൾ ടീമിനെ ഡെവലപ്പ് ചെയ്യുക. ഈ കോഴിക്കോടും വയനാടും കണ്ണൂരും മാത്രമല്ലാതെ കേരളത്തിന്റെ പുറത്തേക്ക് നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പരിചയക്കാരുണ്ടെങ്കിൽ പറയാനൊരു മടിയും കൂടാതെ പോവുക. പിന്നെ എടുത്തു പറയാനുള്ളത്, നിങ്ങളുടെ ടീമിൽ ഇപ്പൊ നല്ല ഒരു സജേഷ് സാർ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അതിന്റെ ഡെലിഗൻസ് എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. അതില് മിനിമം റിക്രൂട്ട്മെന്റ് ആണല്ലോ ഇപ്പൊ നമുക്ക് വേണ്ടത്. നമ്മുടെ കമ്പനിയിൽ ഐഡി അടിക്കാൻ 5 പൈസ വേണ്ട, പക്ഷെ ഐഡി ആക്ടിവേഷൻ ആകാൻ 5000 രൂപയുടെ പർച്ചേസ് നടന്നേ മതിയാവും. മലയാളം ചോദിക്കാൻ, നിങ്ങളെ കമ്പനിയിൽ ജോയിൻ ചെയ്യാനേ പൈസ വേണ്ട, 5 പൈസ വേണ്ട. ഡിസ്ട്രിബ്യൂഷൻ അടിക്കാൻ ആരാണ് പൈസക്ക് പറയുന്നത്? പക്ഷെ നമ്മുടെ ഐഡി ആക്ടിവേഷൻ ആണെങ്കിൽ 5000 രൂപയുടെ പർച്ചേസ് നടന്നിരിക്കണം. ആ 5000 രൂപയുടെ പർച്ചേസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെലിഗൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമുക്ക് അതിന്റെ നറുക്കെടുപ്പിലൂടെ ടാബും അതുപോലെ മൊബൈൽ ഫോണൊക്കെ കിട്ടുമെന്ന് മാഡം പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ശ്രമിച്ചുകൂടാ? നിങ്ങൾ ഓരോരുത്തരും എന്റെ ഈ ഒരാഴ്ചയിൽ കൂടുതൽ റിക്രൂട്ട്മെന്റ് വേണം. ഒരു 5000 വെച്ച് കോസ്റ്റ് ചെയ്യുന്ന കുറച്ച് റിക്രൂട്ട്മെന്റ് ഞാൻ നടത്തി. ആ ഒരു പ്രോഗ്രാമിൽ, ആ ഡെലിഗൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞാൻ എന്റെ അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആ മൊബൈൽ ഫോണോ അല്ല എനിക്ക് ആ ടാബ്ലറ്റ് നേടിയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വിചാരിക്കണം. നമ്മൾ വിചാരിച്ച് പ്രവർത്തിച്ചു നോക്കുക, ഉറപ്പായിട്ടും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും.